പ്രത്യേകിച്ച് മഹാരഥന്മാരായ ഔലിയാക്കന്മാരുടെ, അവരെ തുടർന്ന് വന്ന താബിഈങ്ങളുടെ, അവരുടെ മുമ്പേ വന്ന സ്വഹാബത്തിൻ്റെ ഒക്കെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ഭൂമിയിലാണ്, ഒരു മണ്ണിലാണ് നമ്മൾ ഉള്ളത്. എല്ലാത്തിനും ഉപരി പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമായി പറഞ്ഞു തന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന്, വിജ്ഞാനങ്ങളുടെ മജ്ലിസുകളിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകലാണ്. ചിലപ്പോൾ വലിയ സൗകര്യങ്ങൾ ഒരുക്കുന്ന സംഘാടകർക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാകും. ഇത്ര വലിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും എന്തുകൊണ്ട് ആളുകൾ വരാതെ പോകുന്നു എന്നതാണ്. അതിൽ വലിയ വിഷമിക്കേണ്ട കാര്യം തന്നെ ഇല്ല. എൻ്റെ ഉമ്മത്ത് യഥാർത്ഥ ശരീഅത്തിൽ തന്നെയാണ്. മാലം തുദ്ഹർ ഫീഹിമു സലാസ്, 3 കാര്യങ്ങൾ അവരിൽ വെളിവാകുന്നത് വരെ ലോകാവസാനത്തിന്റെ അടയാളം അവരിലേക്ക് എത്തുന്നേയില്ല. അതിലൊന്നായി പുണ്യനബി പറഞ്ഞത് വിജ്ഞാനങ്ങളുടെ മജ്ലിസുകളിൽ നിന്ന് ആളുകളുടെ കൊഴിഞ്ഞുപോക്കാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ്. എന്തുകൊണ്ട്? അത്ര വലിയ പ്രാധാന്യം ഈ മജ്ലിസിനുണ്ട്. ഞാൻ അങ്ങനെ വിജ്ഞാനത്തിന്റെ മദ്ഹ് പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ചില വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചൂടാണ്, ശക്തമായ ചൂടാണ്. ക്രമാതീതമായി എല്ലാ വർഷവും ചൂട് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഭീതിതമായ ഒരു അന്തരീക്ഷത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഓരോ വർഷവും ചൂട് കൂടുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് മുമ്പ് നമ്മുടെ നാടിനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. ഒരു മിതശീതോഷണ കാലാവസ്ഥയിൽ പോകുന്ന നാടായിരുന്നു നമ്മുടേത്. പക്ഷെ ഇന്ന് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. വിദേശ രാജ്യങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധം ഒരു എ സിയിൽ നിന്ന് മറ്റൊരു എ സിയിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ സഞ്ചാരം തന്നെ. ചില ആയത്തുകളെ മുമ്പിൽ വെക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഇത് ഇന്നലെ ഇറങ്ങിയ ആയത്താണോ? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങൾ ചെയ്തതിന്റെ ഫലമായി, അവരുടെ കരങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി കരയും കടലും നാശോന്മുഖമായിരിക്കുന്നു എന്ന് ഖുർആൻ. എന്താണ് ഈ കടലിന്റെ നാശോന്മുഖത? എന്താണ് ഈ കരയുടെ നാശോന്മുഖത? ഇത് സംബന്ധമായ ഈ ക്ലൈമറ്റ് ചേഞ്ചിങ്, എൻവയറമെന്റൽ ചേഞ്ചിങ്, ഇതിന്റെ പഠനങ്ങൾ പറയുന്ന ഇത് ആന്ത്രോപോജനിക് ക്ലൈമറ്റ് ചേഞ്ചിങ് ആണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പ്രവർത്തനം കൊണ്ടാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നേരിട്ടാവട്ടെ അല്ലാതെ ആവട്ടെ, മനുഷ്യർ അവരുടെ പ്രവർത്തനം, അവരുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി, അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി, ഭൂമിക്കും പ്രകൃതിക്കും ഇത് അനുയോജ്യമാണോ എന്ന് നോക്കാതെ അവർ ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഖുർആനും അത് പറഞ്ഞു. ജനങ്ങൾ ചെയ്തതിന്റെ ഫലമായി ചിലത് അവർ തന്നെ അനുഭവിക്കാൻ അള്ളാഹു ചില അദാബുകൾ ഭൂമിയിൽ നിന്ന് തന്നെ കൊടുക്കും. എല്ലാ വർഷവും 1500 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതാണ്. സമുദ്രവും സസ്യലതാദികളെല്ലാം കൂടി ഒരു 1000 ടൺ സ്വീകരിക്കുന്ന, ബാക്കി 500 ടൺ അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കെട്ടി നിൽക്കുകയും ഓസോൺ പാളികൾക്ക് വിള്ളലേൽക്കുകയും സമുദ്ര ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകയും സമുദ്രത്തിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും തീരപ്രദേശത്തിരിക്കുന്നവരുടെ അവസ്ഥകളെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് പറയുന്നതിനേക്കാൾ അപകടകരമായ ഒരു ഇമ്പാക്റ്റ് വരാനിരിക്കുന്നു എന്നാണ്. ഒരു 50 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കൊച്ചി അടക്കമുള്ള നഗരങ്ങൾ, ചില മാർഷൽ ദ്വീപുകളെ കുറിച്ച് പറയുന്നത് കാണാം, അതിന്റെ 86% വെള്ളത്തിലേക്ക് ആണ്ടുപൂണ്ടു പോകുന്നു. കടലിന്റെ അടിത്തട്ടിൽ 3000 കിലോമീറ്ററുകൾ താഴേക്ക് സൂര്യനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചൂടിനേക്കാൾ വലിയ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ചില ആയത്തിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, ഇത് എന്നിറങ്ങിയെന്ന്. ലോകാവസാനത്തെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൽ ബിഹാറു ഫുജ്ജിറത്. സമുദ്രം കത്തപ്പെടുന്ന ദിനം, അത് തളച്ചു മറിയുന്ന ദിനം. വെള്ളം അങ്ങനെ തളച്ചു മറിയോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതാ ഈ പഠനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന്
3000 അടി താഴേക്ക് സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്ന പോലത്തെ ശക്തമായ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ അത്ര വലിയ ചൂടിലാ നമ്മളുള്ളത്. ഞാനിത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഇതിന് എന്താ പരിഹാരം? പരിഹാരം എന്താണ്? ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്, ഞാൻ സമയപരിമിതി കൊണ്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ബൂസൂരി ഇമാമിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് മക്കൾ ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറെ ആയി, കുട്ടികളില്ല, എന്താണ് ഒരു പരിഹാരം? അപ്പൊ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞു, നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കോ. ഒരു ശിഷ്യൻ ഇത് കേട്ട് നിൽക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും പറഞ്ഞു. വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കാർഷികമായ നഷ്ടങ്ങളാണ്, വിളനാശം, ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചൊല്ലാനുണ്ടെങ്കിൽ തരണം എന്നുള്ള നിലക്കാം. അപ്പൊ പറഞ്ഞു, നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കോ. മൂന്നാമതൊരാളും വന്ന് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ട്, എന്ത് ചെയ്യണം? അപ്പോഴും പറഞ്ഞു, നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളമാക്കിക്കോ. അപ്പൊ ഈ ശിഷ്യൻ ചോദിച്ചു, 3 ആളുകൾ വ്യത്യസ്തമായ ആവശ്യങ്ങളുമായി അങ്ങയുടെ മുമ്പിലേക്ക് വന്നു. 3 ആളുകളുടെയും ആവശ്യം വ്യത്യാസമാണ്. പക്ഷെ എല്ലാവരോടും അങ്ങ് ചൊല്ലാൻ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. എന്താണ് അങ്ങനെ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, അങ്ങനെ തന്നെയല്ലേ ഖുർആൻ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലൂ, ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പേമാരി നിങ്ങളിലേക്ക് വർഷിപ്പിച്ചു തരുവേ. നിങ്ങളുടെ കൃഷികൾ നിങ്ങൾക്ക് മക്കളുണ്ടാവും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഈ ചൂടുകാലത്ത് നമുക്ക് മഴയെ പ്രതീക്ഷിച്ചു ചെല്ലാവുന്ന ഒന്നും അതാണ്. നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഭൂമിയിൽ നടത്തിയ ക്രയവിക്രയങ്ങളുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. നമ്മുടെ സൗകര്യം നോക്കി കൃത്രിമമായ മഴ വർഷിപ്പിക്കാനുള്ള വഴികൾ നമ്മൾ നോക്കി. പക്ഷെ അത് പ്രകൃതിക്ക് ദോഷമാണോ എന്ന് നമ്മൾ ചിന്തിച്ചില്ല. അങ്ങനെ വന്നപ്പോഴോ ചൂട് ക്രമാതീതമായി ഉയർന്നു. ശക്തമായ ചൂട്, ആർക്കും എവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സൗകര്യം മാത്രം നോക്കി ഭൂമിയെ അള്ളാഹു സകല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയായിട്ടാണ് പടച്ചത് എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു ജീവിയുടെ നാശനഷ്ടം, ഒരു ജീവിയുടെ വംശനാശം അപകടത്തോടെ കണ്ടു എന്ന് മാത്രമല്ല, അങ്ങനെ ഉള്ള നാശത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്വഹാബത്ത് പഠിപ്പിച്ചു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജറാദുകളെ കാണാനില്ല എന്ന ഒരു വാർത്ത വരുന്നു. ജറാദ് എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചത്തുള്ള എന്നൊക്കെ പറയില്ലേ, അതിന്റെ കുറച്ചുകൂടി വലിയ ഒരു ബ്ലാക്ക് സാധനം, ഒരു കുറച്ച് കാപ്പി കളറിലുള്ള, നമുക്ക് അടിച്ചു നോക്കിയാൽ കാണാം. ജറാദുകളെന്നും ഇപ്പൊ കാണുന്നില്ല കേട്ടാ എന്ന് മൊത്തത്തിലൊരു അഭിപ്രായം. ഉടനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു 3 സംഘം ആളുകളെ നിയോഗിച്ചു. ഓരോരുത്തരെയും ഓരോ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഖുദായിലേക്ക് ഒരു വിഭാഗം ആളുകളെ ഇത് പഠിക്കാൻ വേണ്ടി ഒരു സംഘത്തെ പറഞ്ഞയച്ചു. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളെ ഷാമിലേക്ക് പറഞ്ഞയച്ചു. വല്ലാഖിറു ഇലൽ ഇറാഖ്, ഇറാഖിലേക്ക് ഒരു വിഭാഗവും ആളുകളെ പറഞ്ഞയച്ചു. 3 വിഭാഗം ആളുകളെ ജറാദുകളുടെ പഠനം നടത്താൻ വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ യമനിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു പറ്റം ജറാദുകൾ ഒരു പെട്ടിയിലിട്ട് കൊണ്ടുവന്നു. ജറാദൊന്നും നശിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞ ഈ പെട്ടിയുമായി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. ഇതൊരു ചെറിയ ജീവിയാണെന്ന് നമുക്ക് തോന്നുന്ന ഏറ്റവും നിസ്സാരമായ ഒരു ജീവി. ആ ജീവിയെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് കാണിച്ചു കൊടുക്കുമ്പോ ഉമർ തങ്ങൾ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞു. അല്ലാഹു അക്ബർ, ജറാദിനെ കണ്ടല്ലോ. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, വഇദാ ഹലക തതാബഅത മിൻഹു തതാബഅതു മിസ്ലൻ നിളാം. ഈ ജീവി നശിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമായി പറഞ്ഞു. ഇത് നശിച്ചാൽ ഇതിനെ തുടർന്ന് ജീവിക്കുന്ന ജീവികൾ നശിക്കും. അതുകൊണ്ട് ഇതിന്റെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു ജീവിയുടെ നാശം അത് ഏറ്റവും അപകടകരമായി പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തെരുവുനായകളുടെ ശല്യം, സ്ട്രേ ഡോഗ്സ്, തെരുവുനായകൾ വല്ലാതെ കൂടിയ ഒരു ഘട്ടത്തിൽ പുണ്യനബിയോട് തന്നെ ചോദിക്കുന്നുണ്ട്, നബിയെ
തെരുവ് നായകൾ കുറച്ച് കൂടിയിട്ടുണ്ട്, കുറച്ചെണ്ണത്തിന് അങ്ങ് കൊന്നുകളഞ്ഞേക്കാം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ലൗലാ അന്നൽ കിലാബ ഉമമുൻ കഉമമികും ലഉമിർതും ബിഖത്ലിഹാ. നായകൾ നിങ്ങളെ പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഉമമാണ്. ഒരു കമ്മ്യൂണിറ്റി എന്ന നിലക്ക് അതിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ലഉമിർതും ബിഖത്ലിഹാ, കൊല്ലാൻ ഞാൻ കൽപ്പിച്ചേനെ, പക്ഷെ കൊല്ലാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതും ഒരു കമ്മ്യൂണിറ്റിയാണ്, അതിനെ പരിഗണിക്കണം. ഒരു കൊച്ചു ജീവിയുടെ നാശം പോലും, അതിന്റെ പോലും അപകടാവസ്ഥ ഏറ്റവും വേദനയോടെ കണ്ടു. അത് ഈ ലോകാവസാനത്തിന്റെ അടയാളമായി നമ്മൾ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് എല്ലാം ചെയ്തു. അതുകൊണ്ടാണ് മഴയില്ലാത്ത ഒരു കാലത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുയായികളുമായി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് അവിടെ ഒരു നംലത്ത്, ഒരു ചെറിയ കൊച്ചുറുമ്പ്, അത് അതിന്റെ കൈകളെ ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട് ആകാശത്തിലേക്ക്, കൊച്ചുറുമ്പ്. എന്നിട്ട് ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ആ ഉറുമ്പ് ദ്വാർക്കുന്നു, അല്ലാഹുമ്മ ഇന്നാ ഖൽഖും മിൻ ഖൽഖിക ലൈസ ലനാ ദിനന്നൻ സുഖിയാക്. ഒരു ഉറുമ്പിന്റെ ദുആ, അല്ലാഹുവേ ഞങ്ങളും നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം തരണം. ഇത് കേട്ടു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി പറഞ്ഞു തന്റെ അനുയായികളോട്, ഇർജിഉ ഫഖദ് സുഖീതും ബിദഅവതി ഗൈരിക്കും. ദ്വാരക്കണ്ടോലൊക്കെ ദ്വാരന്നാണ്, മടങ്ങിക്കോളൂ, നിങ്ങൾ ഇതിനൊന്നും നിൽക്കണ്ട, പോയിക്കോളൂ, ദ്വാരക്കണ്ടോല് ദ്വാരന്നിട്ടുണ്ട്. അപ്പൊ ഏത് ജീവിയും, ഒരു കൊച്ചു ജീവിയെ പോലും അതിന്റെ നാശം ഏറ്റവും അപകടകരമായി കണ്ടു. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ പ്രകൃതിക്ക് ദോഷകരമായ കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ മരങ്ങൾ വെട്ടിമുറിച്ചു, ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥക്ക് തകിടം വരുത്തി. അതുകൊണ്ടോ അതിന്റെ അപകടം നമ്മൾ തന്നെ രുചിക്കുകയായി. ഖുർആൻ ഏത് ജീവിയെയും ഇസ്ലാം അതിനെയൊക്കെ അതിന്റെ വിലയിൽ നൽകി. ഖുർആൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഞാൻ ഒന്ന് പറഞ്ഞു നിങ്ങളോട്, ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കൂ. മറ്റൊന്ന്, മരങ്ങൾ വെച്ചുപിടിപ്പിക്കും. മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ഒരു പരിസ്ഥിതി ദിനം കാത്തിരിക്കണ്ട. നമ്മളിങ്ങനെ ജൂൺ 5 ആകുമ്പോൾ ഒരു മരം വെച്ചുപിടിപ്പിച്ച് ഫോട്ടോ ഇടുന്ന സ്റ്റാറ്റസ് ഇടുന്നതിനേക്കാൾ മരങ്ങൾ വെച്ചുപിടിപ്പിക്കൂ. എങ്ങനെ വെച്ചുപിടിപ്പിക്കണം? അത് ഏറ്റവും അവസാനത്തെ നിങ്ങളുടെ ജീവന്റെ ശ്വാസം നിലച്ചു പോകുന്ന അവസാന സമയമാണെങ്കിലും വെച്ചുപിടിപ്പിക്കും. പുണ്യനബി നിരന്തരം പറഞ്ഞു. എത്രത്തോളം പറഞ്ഞു? ഇദാ സമിഅ അഹദുകും ബിദ്ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ട്, ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്ത നിങ്ങൾക്കെത്തിയാൽ, വഫീ യദി അഹദികും ഫസീല, നിങ്ങളുടെ ആരുടെയെങ്കിലും കൈവശം ഒരു വിത്തുണ്ടെങ്കിൽ, ഒരു തൈയുണ്ടെങ്കിൽ, ഒരു ചെടിയുണ്ടെങ്കിൽ, ഫല്യഗ്രിസ്ഹാ, ആ മരത്തെ, ആ തയ്യിനെ, ആ വിത്തിനെ അവൻ നടട്ടെ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ സമയത്താണെങ്കിലും നിങ്ങൾ ഒരു മരം നടൂ. അലാ ഇന്ന ലിന്നാസി ഐശം ബഅദ, ശേഷം വരുന്ന ഒരു ജനതക്ക് അത് ജീവിക്കാൻ ഉതകും, അതുകൊണ്ട് നിങ്ങൾ ഒരു മരം നടൂ എന്ന്. മരം നടുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമായി പറഞ്ഞു. എത്രത്തോളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു മരം നട്ടു, ഒരു മാവ് നട്ടു, ആ മാവിൽ നിന്നൊരു മാമ്പഴം, ഒരു ചെറിയ മാമ്പഴം, അതൊരു കിളി പാറി വന്ന് അതിൽ നിന്ന് കൊത്തി തിന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കൂർ നമ്മളെ സിദ്ധിക്കാറിലൊക്കെ കുരങ്ങിന്റെ ശല്യാണ്. ഒരു കുരങ്ങ് വന്നിട്ട് ആ മാമ്പഴം എടുത്ത് തിന്നു. തെങ്ങിൽ നിന്നൊരു തേങ്ങ ഒരു കുരങ്ങ് തിന്നു. അല്ലെങ്കിൽ ഒരു പശു വാഴ കൃഷി, ആ വാഴ പഴം എടുത്ത് തിന്നു. അങ്ങനെ തിന്നാൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കതിന് സ്വതക്കയുടെ പ്രതിഫലമുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാര് പറഞ്ഞു, ഈ പ്രതിഫലം മുസ്തഖിറുൻ, നിലനിൽക്കുന്നതാണ്. ഇതിന്റെ ഫലങ്ങളിൽ നിന്ന് എല്ലാ കാലവും നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഒരു മാമ്പഴം, അതിന്റെ മാങ്ങയുടെ അണ്ടി അത് നിലത്തിട്ടു, ആ അണ്ടി മുളച്ചു, അതിൽ നിന്ന് വേറൊരാൾ തിന്നു, അത് മുളച്ചു. എന്നാൽ ആദ്യത്തെ മാമ്പഴം, ആദ്യത്തെ മാവ് കൊഴിച്ചിട്ട ആൾക്ക് ഇതിന്റെ എല്ലാം പ്രതിഫലം കിട്ടും. അത്ര വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സ്വതക്കയാണത് നിങ്ങൾ മരം നടുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു വഴി ഇതാണ്.
ഒന്ന് ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിലേക്ക് തഖ്വയോടെ മടങ്ങലാണ്. അപ്പോഴാണ് ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പേമാരി പെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോ മഴ വർഷിപ്പിക്കാനുള്ള കൃത്രിമമായ വഴികൾ നോക്കുമ്പോൾ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? അള്ളാഹു നൽകിയ ഈ വെള്ളത്തിനെ സ്പ്രെഡ് ചെയ്യിക്കാനേ കഴിയൂ. അതേസമയം ഒരു ഉമ്മയുടെ സ്തനകുംഭങ്ങളിൽ നിന്ന് ഉമ്മ ചൊരിയുന്ന സ്നേഹത്തിന്റെ അമൃത് പോലെ ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പേമാരി വർഷിപ്പിക്കാൻ മനുഷ്യരെ നിങ്ങൾക്ക് സാധ്യമാണോ? ഈ ചോദ്യം ചോദിക്കുന്നത് ഖുർആനാണ്. എത്ര കാൽപ്പനികമായി, എത്ര ഭംഗിയോടെയാണ് ഖുർആൻ ഈ ചോദ്യം അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഇറക്കിത്തരാൻ കഴിയോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നു മുൻസിലൂൻ? നിങ്ങളാണോ നാമാണോ ആകാശത്ത് നിന്ന് അനുഗ്രഹത്തിന്റെ പേമാരി വർഷിപ്പിച്ചു തരുന്നത്? എത്ര മനോഹരായ പറഞ്ഞു. ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ്. ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് തന്റെ മുലപ്പാലിൽ നിന്ന് അമൃത് ചൊരിക്കുന്ന നിമിഷം. അതുപോലെ മുസ്നിൽ നിന്ന്, കാർമേഘങ്ങളാകുന്ന അമ്മയുടെ സ്തനങ്ങളിൽ നിന്ന് അവന്റെ അനുഗ്രഹത്തിന്റെ പേമാരി അമൃത് ചൊരിച്ചു തരാൻ നിങ്ങൾക്ക് സാധ്യമാണോ എന്നാണ് ഖുർആന്റെ ചോദ്യം. നിങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ, ഇസ്തിഗ്ഫാറിലേക്ക്, മരങ്ങൾ നടാൻ, പ്രകൃതിക്ക് വിനാശകരമായ ഒന്നും ചെയ്യാതിരിക്കാൻ. അതെല്ലാം റോട്ടിൽ വേസ്റ്റ് ഇടുകയാണ്, തുപ്പാണ്. നിങ്ങൾ ആളുകൾ പോകുന്ന വഴിയിൽ തുപ്പുന്നു, കാഷ്ടിക്കുന്നു, ആരും കാണാതാവുമ്പോൾ നമ്മൾ വേസ്റ്റ് ഇടുന്നു. ഇതെല്ലാം തെറ്റാണ്. ഇത്തക്കുല്ല ആനയും രണ്ട് ശാപങ്ങളെ നിങ്ങൾ പേടിക്കണേ എന്ന് പറഞ്ഞു. ഒന്ന്, ആളുകളുടെ വഴിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, അവിടെ തുപ്പിയിടുക, എന്നിട്ട് കാണുന്ന ആൾ ഈ ശാപം നിങ്ങൾക്ക് വലിയ അപകടം ചെയ്യും, നിങ്ങൾക്ക് വലിയ അപകടം ചെയ്യുന്നു. ഏറ്റവും വലിയ ശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് കൂടുതൽ സംസാരിക്കുന്നില്ല എന്നതിലേക്ക് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഈ വിജ്ഞാനങ്ങളുടെ മജ്ലിസിലിരിക്കൽ. എന്തുകൊണ്ടെന്നാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ, അയാൾക്ക് ഇനി 1 മണിക്കൂർ നേരം കൂടിയേ ജീവനുള്ളൂ, ജീവിക്കാൻ അവകാശമുള്ളൂ, അയാൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ മരിക്കുമെന്ന് നബി തങ്ങളിലേക്ക് വഹി അറിയിച്ചു. അപ്പൊ നബി തങ്ങൾ അയാളോട് പറഞ്ഞു, ഇനി 1 മണിക്കൂർ കൂടി ഉള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? 1 മണിക്കൂറല്ലേ ഉള്ളൂ, ബേജാറാവൂലേ? നിങ്ങളൊന്ന് ആലോചിക്കൂ, നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിക്കൂ. നമ്മളോടൊപ്പം ഒന്നും വേണ്ട, നമ്മുടെ ഈ അഹങ്കാരത്തിന്, ഈ കാട്ടിക്കൂട്ടലുകൾക്കൊന്നും വലിയ സമയം വേണോ? നമ്മളൊന്ന് ചുമച്ചപ്പോ ചെറിയ ബ്ലഡ് വന്നപ്പോ നമ്മൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ക്യാൻസർ ആണോ എന്ന് ചെറിയൊരു സംശയം. അല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കഴിഞ്ഞോ? നമ്മളെ കിബർ കഴിഞ്ഞോ? നമ്മളെല്ലാ അഹങ്കാരം കഴിഞ്ഞോ? ഇതുപോരെ എന്തൊരു ബേജാറുണ്ടാവും ഒരു മനുഷ്യന്. ഇപ്പൊ നോക്കൂ, ഇവിടെ ഇതാ നബിതങ്ങൾ പറയുന്നു 1 മണിക്കൂർ അയാൾക്കുള്ളൂ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അയാളെ ചോദ്യം. നബിതങ്ങൾ പറഞ്ഞു, ഇഷ്തഗൽ ബിത്തഅല്ലും, പോയി വല്ലതും പഠിച്ചോന്ന്. ഇനിയിപ്പോ പഠിച്ചിട്ട് PhD ചെയ്താണ്ടോ? ചിലർ അങ്ങനെ ചോദിക്കലുണ്ട്. ചിലതൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ പറയും, ഇനിയിപ്പോ അങ്ങനെ പോട്ടെ, ഇനിയിപ്പോ അത്രല്ലേ ഉള്ളൂ, വയസ്സായില്ലേ. അതൊന്നും ന്യായമല്ല കേട്ടോ. ചില ഫാത്തിഹ ഒന്നും അറിയില്ല, നിസ്കാരത്തിന്റെ രൂപം അറിയില്ല, അപ്പൊ ഇനിയിപ്പോ വയസ്സായില്ലേ, എങ്ങനെയൊക്കെ തീരട്ടെ എന്നാ. അങ്ങനെ ഇല്ല കേട്ടോ. സൗകര്യങ്ങളുണ്ട്, ചോദിച്ച് പഠിച്ചോളണം, അത് നിർബന്ധമായ കാര്യങ്ങൾ പഠിച്ചോളണം. ഇവിടെ അതുകൊണ്ട് ഞാനിത് എന്താ പറഞ്ഞത് പറഞ്ഞാൽ, അവസാനത്തെ സമയവും ഇൽമിലേക്ക് പ്രാധാന്യം നൽകി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്തിനും ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. മുഅ്മിനീങ്ങളെ, ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അംഫാലിലെ 27-28 ആയത്താണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ആയത്ത് ഓതി വെച്ചത് എന്ന് പറഞ്ഞാൽ, ഈ സമയം 2 ചൂടിന്റെ സമയമാണ്. ഒന്ന് നമ്മുടെ അന്തരീക്ഷത്തിന്റെ ചൂടാണ്, മറ്റൊന്ന് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഒപ്പമുള്ള വെക്കേഷന്റെ ചൂടാണ്. കുട്ടികളെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള പാട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നേരം വെളുത്ത് വൈകുന്നേരം വരെയും രാവിലത്തെ 2 മണിക്കൂറും ഇത് കൊണ്ടുനടക്കുന്ന ഉസ്താദന്മാരെയും അധ്യാപകരെയും കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. പഴയ കാലം പോലെയാണോ? അതുകൊണ്ടാണ് ഖുർആൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരുന്നു. ഞാൻ ഓതി വെച്ച ആയത്ത് അതാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂൽ വതഖൂനൂ അമാനാതികും. ഓ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിച്ചു കളയരുതേ,
അള്ളാന്റെ റസൂലിനെ നിങ്ങൾ വഞ്ചിക്കരുതേ. അള്ളാഹു നിങ്ങൾക്ക് ഏൽപ്പിച്ച നിങ്ങളുടെ അമാനത്തുകൾ, സൂക്ഷിപ്പ് സ്വത്തുക്കളുടെ വിഷയങ്ങളിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുതേ. എന്നിട്ട് ഖുർആൻ പറയാണ്, വഅൻതും തഅലമൂൻ വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. അറിയണേ, നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ മക്കളും ഫിത്നയാണ്, വലിയ അർത്ഥത്തിലുള്ള പരീക്ഷണമാണ്. അപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ വഞ്ചിക്കരുത്: അള്ളാനെ, റസൂലിനെ, നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്ത് സ്വത്തുക്കളെ. ഏതാണ് ഈ അമാനത്ത്? അത് അള്ളാഹു പറഞ്ഞു തരുന്നു. നിങ്ങൾ അറിയണേ, ഈ സമ്പാദ്യം, നിങ്ങളുടെ മക്കൾ, ഇത് രണ്ടും അമാനത്താണ്. നിങ്ങൾ അതിലും അള്ളാഹുവിനെ വഞ്ചിച്ചു കളയരുത്. എന്താണ് ഒരു സൂക്ഷിപ്പ് സ്വത്തിന്റെ പ്രത്യേകത? അത് തിരിച്ച് ആരാണോ സൂക്ഷിക്കാൻ തന്നത് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അത് നിർബന്ധപൂർവം ചെയ്യേണ്ടതാണ്. സൂക്ഷിപ്പ് സ്വത്തിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത്. നിങ്ങളുടെ മക്കൾ വലിയ അർത്ഥത്തിലുള്ള ഫിത്നയാണ് എന്ന്. എന്താണ് ഫിത്ന? പരീക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മക്കളെ നമ്മൾ സാംസ്കാരികപരമായി വളർത്തി, അവർക്ക് വിജ്ഞാനം നൽകി, അവർക്കിപ്പോ എന്ത് ചെയ്യണം, എന്ത് കൊടുക്കണം എന്ന ചിന്ത കൂടിയുടെ സമയമാണ്. SLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇനിയിപ്പോ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നാലോചിക്കുന്ന സമയം കൂടിയാണിത്. ഞാൻ മനസ്സിലാക്കുന്നു ഈ കമ്മിറ്റിക്ക് കീഴിൽ തന്നെ അത്തരം വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്: ആ കുട്ടികൾക്ക് എന്താവശ്യമുള്ളത് നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷണമായി വരുന്നത്? നമ്മുടെ മക്കൾ എപ്പോഴാണ് പരീക്ഷണമാകുന്നത്? അവരെ നമ്മൾ മതപരമായി വളർത്തി, സാംസ്കാരികപരമായി അവരെ ഉന്നതിയിലെത്തിച്ചു. അങ്ങനെ വന്നാൽ ഈ കുട്ടികൾ 2 ലോകത്തും നമുക്ക് ഉപകാരമാണ്, ഫിത്നയല്ല. അല്ലാതെ വന്നാലോ, അവർക്ക് നൽകേണ്ട ഒന്നും നൽകാതെ പോയി, എല്ലാ അധപ്പതനങ്ങളിലും അവർ വീണുപോയാലോ, നമുക്ക് 2 ലോകത്തും ഈ മക്കൾ അപകടമാണ്. 2 ലോകത്തും അപകടമാണ്. എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ കേൾക്കുന്ന ഒന്നുണ്ട്: ഒരാൾ മരിച്ചാലും ബാക്കിയാകുന്ന ഒരു നന്മ, അവന്റെ സൽക്കർമ്മങ്ങൾ മുഴുവൻ മുറിഞ്ഞു പോവും. ഇവിടെ ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ മറമിട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. എത്രയാളുകളുടെ മക്കൾക്ക് ഇന്ന് അതറിയാം? നമുക്ക് തന്നെ ഇപ്പൊ നോക്കിയാൽ ഒരു ഉപ്പാന്റെ ഖബർ അറിയും, മാക്സിമം പോയാൽ ഉപ്പാപ്പാന്റെ ഖബർ അറിയും. അതിന്റെ അപ്പുറം പോയ ആളുകളോ, അവർ സ്മൃതിപഥങ്ങളിലേക്ക് മാഞ്ഞുപോയി. നാളെ നമ്മൾ മരിക്കും. ഇതാ ഇവിടെ ഒരു പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അതിന്റെ ചെഞ്ചായമണിയുന്നത് പോലെ, ഒരു രാവ് ഇവിടെ അസ്തമിക്കുന്നത് പോലെ ഒരു മനുഷ്യനും അസ്തമിച്ചു പോകും. പിന്നെയോ ഇശാഇന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ ഒരു ചുവന്ന ശോഭ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ടാവും. മക്കളുടെയും കൊച്ചുമക്കളുടെയും കാലത്ത് നമ്മളെ കുറിച്ച് ഓർക്കും. ആ ഓർമ്മകളിൽ നിന്ന് മാറി മരിച്ചാൽ ഉടനെയുള്ള കരച്ചിലുകൾ അവസാനിച്ച് ജീവിതമാകുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ നടന്നു നീങ്ങും. പതിയെ പതിയെ നമ്മൾ എന്ന ഓർമ്മകൾ തന്നെ ഇല്ലാതാകും. അങ്ങനെ ഇല്ലാതാകുന്ന സമയത്തോ ഒരാളുടെ ഖബറിലേക്ക് ശേഷിക്കുന്ന നന്മയായി വരും വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. മരിച്ച ഉപ്പയുടെ നനഞ്ഞ ഖബറിന്റെ മുകളിൽ കൈവച്ച്, അല്ലാഹ്, ഇതെന്റെ വാപ്പയാണ്, എനിക്ക് സാംസ്കാരികപരമായ വിജ്ഞാനം നൽകി, എന്നെ ഏറ്റവും നല്ല നിലക്ക് കൊണ്ടുപോയി, എനിക്കെല്ലാ സൗകര്യങ്ങളും ചെയ്ത എന്റെ ഉപ്പയാണ്, അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന വിധം നനഞ്ഞ ഖബർ തൊടുമ്പോ പ്രിയപ്പെട്ട ഉപ്പയുടെ, ഉമ്മയുടെ മനസ്സ് തൊടുന്ന, ഹൃദയം തൊടുന്ന വികാരത്തോടെ തൊടാൻ കഴിയുന്ന ഒരു മകൻ നിങ്ങൾക്കുണ്ടോ? ആഖിറത്തിലേക്ക് കൂടി ഉപകരിക്കുന്ന നന്മയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മരിച്ചാലും ഖബറിന്റെ അടുക്കൽ വന്നു നിന്ന്, റബ്ബേ, ഇതെന്റെ ഉപ്പയാണ്, പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പറ്റുന്ന ഒരു മകൻ ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള അത്തരം മക്കളെ കുറിച്ച് പറയുമ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഒരു വിഭാഗം മാതാപിതാക്കൾ വരും, അവർക്ക് സ്വർഗത്തിൽ വലിയ ഒരു കിരീടം ധരിപ്പിക്കും. അപ്പൊ അവർ ചോദിക്കും, ബിമഖുസീന ഹാദാ, എന്തിനാ ഞങ്ങൾക്ക് ഇത് ധരിപ്പിച്ചത്? അപ്പൊ അവര് പറയും, അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു വിളിയാളം ഉണ്ടാകും, ബിഅഖദി വലദിക്കുൽ ഖുർആൻ, നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് വിജ്ഞാനം നൽകി ഖുർആനെ പഠിപ്പിച്ചു, സാംസ്കാരികപരമായി നിങ്ങൾ അവരെ വിജയിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നന്നാക്കിയതിന്റെ ഫലമായി
ഇവിടെ നിങ്ങൾ ആദരിക്കപ്പെടുകയാണ്. ഇതാണ് ഒരു വിഭാഗം മാതാപിതാക്കൾ. മറ്റൊരു വിഭാഗമോ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, നാളെ അവർ വരും, അവരുടെ മക്കൾ അവരെ വന്ന് ചോദിക്കും, അല്ലാഹുമ്മ, അവരുടെ മക്കൾ വന്ന് ചോദിക്കും, റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്ന്, റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അലുഹുമാ തഹ്ത അഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണേ. എന്താണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ട വിധം ഞങ്ങളെ പഠിപ്പിച്ചില്ല, ഞങ്ങൾക്ക് വേണ്ട നേർവഴികൾ അവർ കാണിച്ചു തന്നില്ല. അതുകൊണ്ട് നജ്അലുഹുമാ തഹ്ത അഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഞങ്ങൾ അവരെ ഒന്ന് ചവിട്ടിക്കൂട്ടട്ടെ. അല്ലാഹു കാക്കട്ടെ. നമ്മളിങ്ങനെ കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി നമുക്ക് ഏറ്റവും പാലോളം പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ഞങ്ങളെ ഉപ്പാനി ഉമ്മാനി ഒന്ന് കാണിച്ച ഒന്ന് ചവിട്ടിക്കൂട്ടട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട്? സാംസ്കാരികപരമായ ഒരു വിദ്യാഭ്യാസവും അവർക്ക് നൽകാതെ പോയി. അതുകൊണ്ടാണ് ഇമാം ഗസാലി പറഞ്ഞു, നിങ്ങളുടെ മക്കൾ അസ്വബിയു അമാനത്തുൻ ഇൻദ വാലിദൈ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സ്വത്താണ്, അമാനത്ത് സ്വത്താണ്, സൂക്ഷിപ്പ് മുതലാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ടാണ് ഇമാം ഗസാലി റഹിമഹുമുല്ലാ പറഞ്ഞു, നിങ്ങൾ അവരെ ഏറ്റവും നല്ല നിലക്ക് വളർത്തിയാൽ, ഒരു ചിത്രവുമില്ലാത്ത, ഒന്നും തന്നെ അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്ത ഒഴിഞ്ഞ ഹൃദയമുള്ള അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു പാത്രമാണ് നിങ്ങളുടെ മക്കൾ. അവരെ എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അത് നമ്മളാണ്. فإن عُوِّدَ الْخَيْرُ وَعُلِّمَ نَشَأَ فِيهِ وَسَعِدَ فِي الدُّنْيَا وَالْآخِرَةِ. ഇമാം ഗസാലി പറയുന്നു, فإن عُوِّدَ الْخَيْرُ, നന്മകളെ നിങ്ങൾ പതിവാക്കി കൊടുത്താൽ, വഉല്ലിമഹു, അത് പഠിപ്പിക്കുകയും ചെയ്താൽ, നശഅ ഫീഹി വസഇദ ഫിദ്ദുനിയാ വൽആഖിറ, ആ മക്കൾ അതിൽ വളരുകയും അവർ ഇരുലോകത്തും വിജയിക്കുകയും ചെയ്യും. അപ്പൊ ഒന്നാമത് പഠിപ്പിക്കുന്നതിന് മുമ്പ് പതിവാക്കി കൊടുക്കേണ്ട ചില സാധനങ്ങൾ കുട്ടികളെ ഇങ്ങനെ കുറെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ പതിവാക്കി കൊടുക്കേണ്ട ചിലതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഉപ്പ വീട്ടിൽ വളരെ കാർക്കശ്യത്തോടെയാണ് പെരുമാറുന്നത്, അപ്പോഴോ മകൻ അങ്ങനെയാവും. ഉമ്മ ഉപ്പയോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്, അപ്പൊ മോളോ അങ്ങനെയാവും. ഉപ്പ വലിയ സ്നേഹത്തോടെ പെരുമാറുന്നു, മകനും അങ്ങനെയാവും. ഉപ്പ നിസ്കരിക്കുന്നു, മകനും നിസ്കരിക്കുന്നു. ഉപ്പയും ഉമ്മയും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു, ഉപ്പ പള്ളിയിൽ പോകുന്നു. ഇതൊക്കെ പതിവായി കണ്ടാലോ, അതിൽ അവൻ വളരും. ദുനിയാവിലും ആഖിറത്തിലും അവൻ വിജയിക്കും. അവന്റെ പ്രതിഫലം, അവൻ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലത്തിൽ അവന്റെ മാതാപിതാക്കളും പങ്കാളികളാകും. ഇമാം ഗസാലി പറയുന്നു, അങ്ങനെ ഉപദേശിക്കാൻ പറ്റിയ ഒരു മാതാവും പിതാവുമാണോ നമ്മൾ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഞാനിത് പറയുന്നത് പോയ ബസ്സിന് കൈകാട്ടുന്നത് പോലെയാണ് ഈ കാലത്ത്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വിവാഹങ്ങൾ, നമ്മളൊരു കുടുംബം തുടങ്ങുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് നിക്കാഹ്. സഗൗരവം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഞാൻ ഒരു കാര്യം. നമ്മൾ ഈ നിക്കാഹിന്റെ ഒക്കെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങൾ, ഒരു ബന്ധം തുടങ്ങാണ്, ഒരു മഹല്ലത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആള് എന്ന നിലക്ക് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ലക്ഷങ്ങൾ പൊടിപ്പിച്ച് വലിയ വലിയ പതിനായിരങ്ങൾ പങ്കെടുത്ത നിക്കാഹുകൾ, ആയിരങ്ങൾ പങ്കെടുത്ത നിക്കാഹുകൾ, പള്ളിയും ചുറ്റുപാടും ഒക്കെ നിറഞ്ഞു കവിഞ്ഞ് ഭയങ്കര ആഘോഷത്തിൽ നടന്ന അതേ നിക്കാഹുകൾ 3 മാസങ്ങൾക്കപ്പുറം അത് ഒഴിവായി പോയി അതേ പള്ളിയുടെ ഒരു മൂലയിൽ 6 ആളെ കൊണ്ട് നടത്തുന്ന അവസ്ഥ നമ്മുടെ മഹല്ലത്തുകളിലുണ്ട്. എത്ര കണ്ട് നിക്കാഹ് കൂടുന്നോ അതിന്റെ അപ്പുറം തൊലാക്കും കൂടി വരും. കുടുംബം തകർന്നു പോകുന്നു. തുടങ്ങേണ്ട, പാലിക്കേണ്ട ചില മര്യാദകൾ നമ്മുടെ നിക്കാഹിൽ തുടങ്ങണം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണത്. ഞാൻ എൻ്റെ യുവാക്കളോട് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്.
നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനോട് ഇഷ്ടമുണ്ടെങ്കിൽ, അവനോട് നല്ല സൗഹൃദമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ, സൗഹൃദം എന്തിനാണ്? മൻ അറാദല്ലാഹു ബിഹി ഖൈറാ, അല്ലാഹു ഒരാളിൽ നന്മയെ ഉദ്ദേശിച്ചാൽ, ഖൈറിനെ ഉദ്ദേശിച്ചാൽ, റസഖഹു ഖലീലൻ സാലിഹാ, ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനെ അവന് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, എന്റെ സുഹൃത്ത് ആരാന്ന് ഇവൻ, എന്നാ എന്നെ കൊണ്ട് ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലേ? നമ്മളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നല്ല കൂട്ടുകാരനെ നമുക്ക് നൽകുന്ന. നമ്മളെ കൂട്ടുകാരാരാ നോക്കിയാൽ മതി, എന്നാ മനസ്സിലാവും നമ്മളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ. കാരണം എന്താണ്? നിക്കാഹിന് തങ്ങന്മാര് വരുന്നു, വലിയ വലിയ ഉസ്താദ്മാര് വരുന്നു, എന്നിട്ട് ദുആ ചെയ്യുന്നു. എന്താ ഈ ദുആർക്കുന്നത്? അല്ലാഹുമ്മ അല്ലിഫ് ഹാദൈനി സൗജൈൻ കമാ അല്ലഫ്ത ബൈന നബിയിനാ മുഹമ്മദിൻ വബൈന അസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. പടച്ചവനെ, ഈ ഇണതുണകൾക്ക് പുണ്യ നബിയുടെയും അവിടുത്തെ സ്വർഗീയ വനിതകളായ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെയും ഇടയിലുള്ള ദാമ്പത്യം പോലെ മനോഹരമായ സ്വർഗീയമായ ജീവിതം നൽകണേ എന്നാണ് നമ്മൾ ദ്വാരക്കണത്. പക്ഷേ ആ ദുആയിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന എന്ത് നന്മ നമ്മുടെ നിക്കാഹിൽ നടന്നിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ അത് അത്ര ഗൗരവത്തിൽ നിങ്ങൾ ഉണർത്തുന്നു. പക്ഷെ ഈ പറച്ചിൽ എന്താണ്? കുറെ പിറകിൽ നിന്ന് പോയ ബസ്സിന് കൈകാട്ടുന്നത് പോലെയാണ്. കാരണം അത്രയും വലിയ ജീർണത വിവാഹ പന്തലുകളിലെത്തി, നമ്മുടെ നാടുകളിലേക്കും ചേക്കേറി എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വെക്കണ്ട. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ദൗവജത്തുക്കാവ് അങ്കായത്തുക്കാന്നും പറഞ്ഞ് വേർന്നിട്ട് പോകണം, നിങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കണ പോലെ നിൽക്കണം എന്നല്ല. എല്ലാ നിലക്കുള്ള എല്ലാം ഈ മതത്തിലുണ്ടായിരുന്നു. ഇവിടെ തമാശ ഉണ്ടായിരുന്നു, കളി ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, ഗാനമുണ്ടായിരുന്നു, റഖസ് പോലും ഉണ്ടായിരുന്നു. ആയിഷ ബീവിക്ക് റഖസ് കാണിച്ചു കൊടുക്കാൻ നബിതങ്ങൾ ആയിഷ ബീവി റഖസ് കണ്ടതായി ഹദീസുകളിൽ വായിക്കും. റഖസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ രൂപത്തിൽ, ഒരു പ്രത്യേക താളത്തിലുള്ള ശരീരത്തിന്റെ ആട്ടം. ഡാൻസ് എന്ന് പറയാൻ പേടിയായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത്. കാരണം ഡാൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ സിനിമാറ്റിക് ഡാൻസ് കൂടി ഹലാലാക്കാൻ ഈ ഹദീസ് ദുർവിനിയോഗം ചെയ്യും. മഹല്ലുകളിൽ ഖത്തീബായി വരുന്ന പുതിയ യുവാക്കൾ അവരുടെ കല്യാണങ്ങൾ പോലും ആഭാസാവും. ഇവരെ കണ്ടല്ലേ പുതിയ ആളുകൾ പഠിക്കുന്നത്. ഞാനിത് ഇങ്ങനെ പറയുന്നത് ഗൗരവപൂർവ്വം പറയാൻ. എന്നാൽ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഒരു പരിധി ഉണ്ടായിരുന്നു. ആയിഷ ബീവിയുടെ തന്നെ കുടുംബത്തിൽ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തണം, നിങ്ങളെ പള്ളിയിൽ വെച്ചാക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾ ദഫ് കൊട്ടണം. കൊട്ടിക്കോളൂ. പക്ഷെ ദഫ് കൊട്ടു എന്ന് പറയാൻ പേടിയാ. പിന്നെന്താ? ബാൻഡ് മേളൊക്കെ ഹലാലാക്കും, അതൊക്കെ ഇത് നമുക്ക് പിടിക്കും. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടായിരുന്നു. നിങ്ങൾ ഹൃദയത്തിനെ ഒന്ന് ആനന്ദിപ്പിക്കൂ, ഇടക്കൊന്ന് ആനന്ദിപ്പിക്കൂ. തളം കെട്ടി നിൽക്കുന്ന ഹൃദയമായി നിങ്ങൾ ഇങ്ങനെ നിൽക്കണ്ട, കുറച്ച് പാട്ടൊക്കെ കേൾക്കൂ. എത്രത്തോളം ആയിഷ ബീവിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് അന്ന് ആ കല്യാണം കഴിഞ്ഞ് നബി തങ്ങൾ രാത്രിയാണ് വീട്ടിലെത്തുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നബി തങ്ങൾ എത്താൻ വൈകി. അപ്പൊ ആയിഷ ബീവിയോട് നബി തങ്ങൾ ചോദിച്ചു, കല്യാണമൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു നബിയെ. അവളെ കൊണ്ടുപോയോ? ആ കൊണ്ടുപോയി. എങ്ങനെ? പാട്ട് പാടുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു? അതൊന്നും ഉണ്ടായിട്ടില്ല നബിയെ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, അൻസാരികളായ ആളുകൾക്ക് പാട്ടൊക്കെ ഒരു ഇഷ്ടല്ലേ? അൻസാരിയല്ലേ കെട്ടിക്കൊണ്ടുപോകണം, അതുകൊണ്ട് പാട്ടൊക്കെ വേണ്ടേ? എന്നിട്ട് നബി തങ്ങൾ തന്നെ ഒരു പാട്ട് പറഞ്ഞു കൊടുത്തു. ഇത് മലയാളത്തിലേക്ക് മാറ്റി എന്താ അർത്ഥം? അത്തൈനാക്കും, നിങ്ങളിലേക്ക് ഞങ്ങൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞാൽ ഇതാ വരുന്നേ, ഞങ്ങൾ ഇതാ വരുന്നേ. ഇത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു പരിധി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വലിയ ആഭാസായി. നിക്കാഹിന്റെ മുമ്പേ എൻഗേജ്മെന്റ് ആയി. എൻഗേജ്മെന്റിന് പൂ കൊടുക്കലായി, പൂ നിന്ന് കൊടുക്കലായി, ഇരുന്ന് കൊടുക്കലായി, കടന്നു കൊടുക്കലായി, കറക്കി കൊടുക്കലായി. ഇങ്ങനെയൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ അവനൊരു ഓർത്തഡോക്സ്, ഓനൊരു പയഞ്ചനായി. പലപ്പോഴും ഒരു വീട്ടിലെ ഉപ്പാക്ക് ഇതൊക്കെ നിയന്ത്രിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അയാൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, മക്കളെ ഇതൊക്കെ അതിരുവിട്ട കളികളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ
അയാളെ കുറിച്ച് സ്വന്തം ഭാര്യയും മക്കളും മുദ്ര കുത്തും, അയാൾ ഒരു പയഞ്ചനാണ് എന്ന് മുദ്ര കുത്തുന്നത് കൊണ്ട് അയാൾ ഒരു ഷണ്ടനെ പോലെ നിന്നു കൊടുക്കുന്നു. അങ്ങനെ പറയേണ്ടി വരികയാണ്. ഒരു ഉപ്പ ഒരു ഷണ്ടനെ പോലെ ഒരു വിവാഹ പന്തലിൽ നിന്നു കൊടുക്കുന്നു. ഇങ്ങനെയും ഒരു കാലം വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എല്ലാ തിന്മകളും നന്മകളായി വരുന്ന കാലം. ഹബീബായ തങ്ങൾ പറഞ്ഞു, യാ സ്വഹാബ കൈഫ ബിക്കും ഇദാ ഫസദത് നിസാഉകും വഫസക ശബാബുകും വലം തഅ്മുറൂ ബിൽ മഅറൂഫ് വലം തൻഹൂ അൻ മുൻകർ. സ്വഹാബത്തെ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കൈഫ ബിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇദാ ഫസദത് നിസാഉകും നിങ്ങളുടെ സ്ത്രീകൾ ഫസാദായി പോവുകയും മോശമായി പോവുകയും അഴിഞ്ഞാടി നടക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വഫസഖ ശബാബുകും നിങ്ങളുടെ യുവാക്കൾ തമ്മാടികളായി വരുന്ന ഒരു കാലത്തെ കുറിച്ച് നിങ്ങളുടെ ധാരണ എന്താണ്? വലം തഅ്മുറൂ ബിൽ മഅറൂഫ് നന്മകളിലേക്ക് അവരുടെ കാരണവന്മാർ അവരെ ക്ഷണിക്കാൻ ആളുകളില്ലാത്ത ഒരു കാലം. വലം തൻഹൗ അനിൽ മുൻകർ തെറ്റിനെ തൊട്ട് ആളുകളെ വിരോധിക്കാൻ ആളുകളില്ലാത്ത ഒരു കാലം വരുന്നതിനെ കുറിച്ച് സ്വഹാബ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? സ്വഹാബ നന്മ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, ഓലായി ഓല പാടായി. നമ്മളൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ എന്താ? പറഞ്ഞോ നീ പറഞ്ഞോ? നമ്മളെ ഉത്തരവാദിത്തം തീർത്തോ? ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ആകാനാ? അതൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? നമ്മൾ പറയേണ്ട ഉത്തരവാദിത്തം തീർത്തോ? എന്നിട്ടോ കുറെ കാലം കഴിഞ്ഞ് പിന്നെ മജ്ലിസുൽ ഉർലും മഖാം ഉറൂസിലും ദ്വേർക്കണം, മോന്റെ സ്വഭാവം നന്നാകാനും മറ്റേനും ദ്വേർക്കണം. സാധാരണ തമാശക്ക് പറയലുണ്ട്, അടയ്ക്കാണെങ്കിൽ മടിയിൽ വെക്കാം, കവുങ്ങ പിന്നെ എന്താ ചെയ്യല്. ഇതുപോലെ കോഴിക്കോടേക്ക് ബസ് കയറി കണ്ണൂർ എത്തിക്കണേ എന്ന് പറയുന്ന പോലെ ദ്വേർന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് അവരെ പരിചരിക്കാവുന്ന ഏറ്റവും നല്ല സമയത്ത് എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തു? അവരുടെ വിവാഹങ്ങൾ ഇസ്ലാമികമാക്കിയോ? അതിനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായോ? ഇവിടെ ഇതാ നബി തങ്ങൾ പറയുന്നു, ഇങ്ങനെ ഒരു കാലം വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അവ യകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടാവോ നബി? നന്മയൊന്നും ആരും ക്ഷണിക്കാത്ത, തിന്മകളൊന്നും ആരും വിരോധിക്കാത്ത, പെണ്ണുങ്ങളൊക്കെ മോശമായ, ആണുങ്ങളൊക്കെ ഫസാദായി പോയ ഒരു കാലം അതുണ്ടാവും. അപ്പൊ നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശർറും മിൻ ദാലിക്, അതിനേക്കാൾ അപകടകരമായ കാലം വരും സ്വഹാബ. കൈഫ ബിക്കും ഇദാ ഉമിർതും ബിൽ മുൻകർ വനുഹീതും അനിൽ മഅറൂഫ് തിന്മകളിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും നന്മകളെ തൊട്ട് ആളുകളെ വിലങ്ങുകയും ചെയ്യുന്ന കാലം വരും സ്വഹാബ. ഇതൊക്കെ എന്നോ വന്നു പോയി കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ അപ്പോഴും സ്വഹാബത്ത് ചോദിച്ചു, അവ യകൂനു ദാലിക റസൂൽ, അങ്ങനെയൊക്കെ ഉണ്ടാവും? തെറ്റിലേക്കൊക്കെ ആളെ ക്ഷണിക്കുമ്പോ ആളുകളൊക്കെ കാണൂലേ? അപ്പൊ തെറ്റൊക്കെ ഇപ്പൊ ശരിയായല്ലോ. ഇനി നോക്കൂ, അപ്പോ നബി തങ്ങൾ പറഞ്ഞു, ശർറും മിൻ ദാലിക്, ഇതിനേക്കാൾ അപകടകരമായ കാലം വരും സ്വഹാബ. ആ കാലത്ത് റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ, അന്ന് ശരികളെല്ലാം തെറ്റായി തോന്നും, തെറ്റുകളെല്ലാം ശരിയായി തോന്നുകയും ചെയ്യും. കാരണം എന്താ? സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, മഹല്ലത്തുകളുടെ നേതൃത്വം കൊടുക്കുന്നവർ അവരുടെ വീട്ടിൽ തന്നെ വിവാഹങ്ങളിൽ ആഭാസാവും. അവര് തന്നെ എല്ലാ ആഭാസങ്ങളുടെയും മുമ്പിൽ നിൽക്കും. അപ്പോഴോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യണമെന്നായി. അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാ പിന്നെ എന്നാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ഒരു ജീവിതം തുടങ്ങുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് അവിടുത്തെ നിക്കാഹാണ്. നിക്കാഹ് ഏറ്റവും ഭംഗിയായി ചെയ്യേണ്ടതാണ്. ഭംഗിയായി ചെയ്യണം എന്ന് പറഞ്ഞാൽ പുണ്യ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചെന്നൊരു മാതൃകയുണ്ട്. നിങ്ങൾ കുറച്ചൊക്കെ ആനന്ദിച്ചോളൂ, ചെറുതായിട്ട് നിങ്ങളൊന്ന് പാട്ടൊക്കെ പാടിക്കോളൂ. പക്ഷെ അപ്പോഴും അതിനൊരു പരിധി വെക്കണം. പരിധിക്കപ്പുറമുള്ളതെല്ലാം അപകടങ്ങളിൽ എത്തിച്ചേരും, വലിയ അപകടങ്ങളിലേക്ക് അത് എത്തിച്ചേരും. അത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു നേർക്കാഴ്ച പോലെ കാണുകയാണ്. വിവാഹത്തിന്റെ മുമ്പ് തന്നെ എല്ലാം നടക്കുന്നു. കുറെ മിഠായികളുടെ ഒരു വലിയ കൂമ്പാരം, എന്നിട്ട് അതിന്റെ നടുവിൽ ഒരു 1.5 ലക്ഷത്തിന്റെ ഫോൺ കൂടി ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ റാഹത്തായി. ഒരു നിക്കാഹ് അങ്ങ് കഴിയുമ്പോഴേക്ക് ഒരുത്തൻ അങ്ങ് കടവും കടബാധ്യതകളും. ഇപ്പൊ പെൺകുട്ടികൾ അങ്ങനെയാണ് കേട്ടത്. ഇപ്പൊ വിവാഹത്തിന് പെണ്ണിനെ കിട്ടാനില്ല, നാട് നീളെ പെണ്ണാന്ന്, എന്നാലോ കെട്ടാൻ പെണ്ണില്ല.
എത്ര നാട്ടിൽ യുവാക്കൾ ഇങ്ങനെ കെട്ടാൻ യുവതികളില്ലാതെ നടക്കുന്നു. അപ്പൊ നമ്മളെ രക്ഷിതാക്കൾക്ക് ഇപ്പൊ എന്താണെന്നറിയോ, അവർ കുറച്ചൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്നാണ്. എന്നിട്ടോ എന്താ അവസാനം വലിയ അപകടങ്ങളിൽ എത്തിച്ചേരുന്നു. ഇതെല്ലാം പരീക്ഷിച്ച് പഠിച്ച നാടുകളിൽ നിന്നുള്ള വാർത്തകൾ എന്താണ്? അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റൊഴിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ഫാദർലെസ് അമേരിക്ക. തന്തയില്ലാതായി പോയ അമേരിക്ക. തന്തയില്ലാതായി പോയ അമേരിക്ക. ഒരു കുടുംബത്തിന്റെ സെന്ററായി പ്രവർത്തിക്കേണ്ടയാൾ അവിടുത്തെ ഉപ്പയാണ്. ആ കുടുംബം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഉപ്പയാണ്. ഉപ്പ അത് തീരുമാനിക്കാതെ പോയാലോ ഇതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടായി. നമ്മുടെ നാടിനേറ്റ ഏറ്റവും വലിയ ക്ഷാപം ഒരു നല്ല അച്ഛനും അമ്മയും ഇല്ലാതെ പോയതാണ് എന്ന് ഡേവിഡ് ബാങ്കോന്റെ ഏറ്റവും കൂടുതൽ വിറ്റൊഴിച്ച പുസ്തകങ്ങളിൽ ഒന്ന് ഫാദർലെസ് അമേരിക്ക നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. തന്തയില്ലാതെ ജനിച്ചു വരുന്ന കുട്ടികൾ ഉണ്ടാവുന്നു. When 12 years old are kill each other. 12 വയസ്സാകുമ്പോഴേക്ക് നമ്മുടെ കുട്ടികളെ പരസ്പരം കൊല്ലുന്നു. 14 വയസ്സാകുമ്പോഴേക്ക് ഗർഭിണികളായി പോകുന്നു. 16 വയസ്സാകുമ്പോഴേക്ക് അവർക്ക് HIV പോലത്തെ അസുഖങ്ങൾ വരുന്നു. വാട്ട് കൈൻഡ് ഓഫ് സിവിലൈസേഷൻ വി ആർ ബിൽഡപ്പ് എന്നാണ് അതിൽ ചോദിച്ചു വെച്ചത്. എന്ത് നാഗരികതയാണ് നമ്മുടെ ഈ വളർത്തുന്നത്? നമ്മൾ എത്ര വലിയ പുരോഗതിയിലെത്തി എന്നാണ് ഈ പറയുന്നത്? നമ്മുടെ കുട്ടികൾ വലിയ അപകടങ്ങളിൽ എത്തിച്ചേരുന്നു എന്ന് പഠനങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞു തരുന്നു. ഞാനിത് പറയുന്നത് ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിവാഹങ്ങളാണ്. വിവാഹങ്ങൾ ഇസ്ലാമികമായിരിക്കണം. അവിടെ ഒരു ഉപ്പാക്ക് ഒരു കുട്ടിയോട് ഉപദേശിക്കേണ്ടതെല്ലാം ഉപദേശിക്കാൻ കഴിയണം. ആ രാത്രിയിൽ എൻ്റെ ഉമ്മമാരോട് എൻ്റെ ഉപ്പമാരോട് ഒന്ന് ഞാൻ പറയുന്നു, നമ്മുടെ കുട്ടികളുടെ നിക്കാഹ് കഴിഞ്ഞ ആ രാത്രിയിൽ നിങ്ങൾക്ക് ആ രാത്രിയിൽ ദുആ ചെയ്യാൻ കഴിയണം. റബ്ബേ, എൻ്റെ മക്കൾ ഇന്ന് പുതിയ ഒരു ജീവിതം തുടങ്ങുകയാണ്. അവർ പുതിയ ഒരു ജീവിതത്തിലേക്ക് വരികയാണ്. അവർക്ക് സ്വർഗീയമായ ജീവിതം കൊടുക്കണേ അല്ലാ എന്ന് ദുആർക്കാൻ പറ്റുന്ന വിധം നമ്മുടെ നിക്കാഹ് ആവണം. അങ്ങനെ ദുആർക്കാൻ പറ്റുന്ന എന്ത് നന്മ നമ്മുടെ വിവാഹത്തിനോട് ചേർന്ന് നിന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ അതിന്റെ അപകടം വരും കാലത്ത് തന്നെ നമ്മൾ കാണും. വലിയ അപകടങ്ങൾ ഉണ്ടാവും. ഇവിടെ ഇതാ നോക്കൂ, നിങ്ങൾ ഒരു ഉപ്പ ഒരു മകനെ ഉപദേശിക്കുന്നത് അത് പറയാൻ വേണ്ടി മാത്രം വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. ഒരു ഉപ്പയുടെ ഉപദേശമാണ് ഒരു മകനോട്. സൂറത്തുൽ ലുഖ്മാൻ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. ലുഖ്മാനുൽ ഹക്കീം എന്ന് പറയുന്ന ആൾ എത്യോപ്യക്കാരനാണ്. 3 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മഹാനായ ദാവൂദ് നബിയുടെയൊക്കെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കറുത്ത മൂക്ക് ചപ്പിയ വലിയ ചുണ്ടുകളുള്ള ഒരു കാപ്പിരിയ. ഞാനത് അങ്ങനെ പറയുന്നത് ഒരാളുടെ നിറത്തെ പറയുന്നത് പ്രത്യേകിച്ച് ഈ കാലത്ത് നിറത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ അങ്ങനെ വിഭിന്നങ്ങളാക്കുന്നതിനെല്ലാം ഇസ്ലാം എതിർത്തു. ഈ അടുത്ത ദിവസം പോലും ഒരു കുഞ്ഞ്, ഒരു വിദ്യാർത്ഥി അവന്റെ ജാതിയുടെ പേരിൽ ആക്ഷേപിച്ച് ആത്മഹത്യ ചെയ്ത ഒരു കഥ പോലും നമ്മൾ വായിച്ചവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷെ ഇവിടെ ആ അർത്ഥത്തിലുള്ള ഒന്നിനെയും ചരിത്രത്തിൽ എമ്പാടും നോക്കൂ നിങ്ങൾ. ഇവിടെ ഒരു തത്വചിന്തകനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ മകനോടുള്ള ഉപദേശം തന്നെ ഒരു സൂറത്ത്. ഈ മാസത്തിന് ഇപ്പോ ആളുകൾ ഹജ്ജിന് പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഹജ്ജിന്റെ വേളയിൽ നാം ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു മഹിളാമണിയായ ഒരു ഉമ്മയുണ്ട്. സഫാ മർവകൾക്കിടയിലൂടെ നടക്കുമ്പോ ആ കറുത്ത ഉമ്മയുടെ ഓർമ്മകൾ വരാതെ ഹജ്ജ് പോലും പൂർത്തിയാകുന്നില്ല. അത് ഹാജറ ബീവിയാണ്. അവർ ഒരു എത്യോപ്യക്കാരി, ഒരു കറുത്ത പെണ്ണാണ്. ആ കറുത്ത പെണ്ണിനെ ഓർക്കാതെ ഹജ്ജ് പോലും കടന്നു പോകുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു മുഹൂർത്തമാണ് മക്കം ഫത്ഹ്. ആ ഘട്ടത്തിൽ വിശുദ്ധമായ കഅബയിലേക്ക് കയറി നിന്ന് ബാങ്ക് വിളിക്കാൻ വേണ്ടി പുണ്യ നബി വിളിക്കുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എഴുന്നേറ്റ് നിൽപ്പിച്ച് നിർത്തുമ്പോൾ സ്വഹാബത്തിൽ ചിലർ അപ്പം മുസ്ലിം ആയിട്ടുള്ളൂ, കുറച്ചേ ആയിട്ടുള്ളൂ മുസ്ലിമീൻ, അവരിൽ ചിലർ പറഞ്ഞു, ഹോ ഇതൊന്നും കാണാൻ ഞങ്ങളെ വാപ്പയില്ലാത്തത് നന്നായി, അല്ലെങ്കിൽ ഇത് കണ്ടിരുന്നെങ്കിൽ ചങ്ക് പൊട്ടി മരിച്ചു പോയേനെ. കാരണം അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് ഹബീബായ തങ്ങൾ വഫാത്തായപ്പോ നാട് വിട്ടു പോകുന്നത്. അതേ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ് മുത്തുനബിയെ സ്വപ്നം കണ്ട് മദീനയിലേക്ക് തിരിച്ചു വരുന്നത്. ആ ബിലാൽ തിരിച്ചു വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോഴാണ് മദീനയുടെ അതിർത്തിയിലേക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഓടിച്ചെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ
കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മദീന അതിർത്തിയിലേക്ക് ഓടി വരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ വന്നുകൊണ്ട് അതാ ദൂരെ നിന്നും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ ഒരു ചെറിയ കുട്ടിയെ പോലെ അതാ അവിടുന്ന് ആഹ്ലാദത്തോടെ വിളിച്ചു പറയുന്നു, മർഹബൻ ലി സയ്യിദിന ബിലാൽ. അതാ ഞങ്ങളുടെ നേതാവ് വരുന്നു, ഞങ്ങളുടെ നേതാവ് വരുന്നു. നിറത്തിന്റെ, വർണ്ണത്തിന്റെ, വർഗത്തിന്റെ ഒക്കെ പേരിൽ ആളുകളെ ഇങ്ങനെ ബാധിക്കുന്ന, ഭോഗിക്കുന്ന, അവരെ ഇങ്ങനെ തരംതിരിക്കുന്നതിനെല്ലാം എതിരായി നിന്നു ഇസ്ലാം. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിക്കുന്നു. ആ ഉപദേശം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ വിളിച്ചു പറയുന്നു, وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ. ഇങ്ങനെ ഉപദേശിക്കാൻ പറ്റിയ ഒരു വാപ്പുണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മോനെ, നീ അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യരുതേ മോനെ. وَوَصَّيْنَا الْإِنسَانَ بِوَالِدَيْهِ حَمَلَتْهُ أُمُّهُ وَهْنًا عَلَى وَهْنٍ وَفِصَالُهُ عَامَيْنِ. മോനെ, നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നത് പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചാണ്, പ്രതിസന്ധിയുടെ മേൽ പ്രതിസന്ധി സഹിച്ചാണ് നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. 2 വർഷം നിനക്ക് മുലപ്പാൽ തന്നിട്ടുണ്ട് നിന്റെ ഉമ്മ. ആ ഓർമ്മകൾ നിനക്കുണ്ടാവണം. ഞാനിവിടെ ഇനിയിപ്പോ പുതിയ ഒരു വർഷത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്ത് തെരഞ്ഞെടുക്കണം എന്ന് ആലോചിക്കുമ്പോ ഏറ്റവും പ്രാധാന്യത്തോടെ നാം കാണേണ്ട ഒന്നുകൂടിയുണ്ട്. ഈ ഗ്രന്ഥം, ഈ ഖുർആൻ, ഈ ഇസ്ലാം തുടങ്ങിയത് തന്നെ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഓരോരുത്തർക്കും കഴിയുന്നത് കൊടുക്കണം. കഴിയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്കും അള്ളാഹ്ക്കും അറിയാം. നമ്മൾ പറയണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു വിരിപ്പിക്കണ്ടല്ലോ. നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് എത്ര കഴിയുമെന്ന്. അള്ളാഹുവിനും നിങ്ങൾക്കും അറിയാം. അതുപോലെ നിങ്ങൾ കൊടുക്കുക. എല്ലാ ദിവസവും നിങ്ങൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം നടന്നു പോകുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ സംഭാവനകളെയൊക്കെ കബൂൽ ചെയ്യട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ല് കണ്ട് ചിരിച്ച ചില അപൂർവ രംഗങ്ങളിലൊന്ന്, നബിതങ്ങൾ വലിയ സഹായം വല്ലതും ആവശ്യപ്പെട്ട് ചോദിച്ചാൽ അൻസാരികളായ സ്ത്രീകൾ അവരുടെ കയ്യിലുള്ളതെല്ലാം പരിശുദ്ധ ദീനിന് വേണ്ടി ചെലവഴിക്കും. ചിലപ്പോൾ നബിയുടെ മുമ്പിൽ സ്വർണത്തിന്റെ ഒരു മാല തന്നെ, ഒരു കൂമ്പാരം, ഒരു മല തന്നെ പൊന്തി വരും. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ പല്ല് കണ്ട് ചിരിച്ചു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കഴിയുമെന്ന് നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ കൊടുക്കുക. അത് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. മുത്തഖീങ്ങളുടെ ഒരു സ്വഭാവ വിശേഷണം പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലത്തും പ്രതാപത്തിന്റെ കാലത്തും അവർ ചെലവഴിക്കുന്ന ചില ആളുകളുടെ നല്ല സാമ്പത്തികം ഉണ്ടാവുമ്പോൾ നല്ലോണം കൊടുക്കും. എന്തെങ്കിലും ചെറിയൊരു ഷോർട്ടേജ് വന്നാൽ പിന്നെ ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കൂല. ചില ആളുകൾ ദുഃഖം, എന്തെങ്കിലും വിഷമം വരുമ്പോൾ മാത്രം പടച്ചോനെ ഓർക്കും. കുട്ടിക്ക് സുഖമില്ല, പേരക്കുട്ടി വീട്ടിലേക്ക് താമസിക്കാൻ വന്നതാണ്, നോക്കുമ്പോൾ ഭയങ്കര തലവേദനയും പനിയും. അപ്പൊ പിന്നെ പള്ളി വന്നിട്ട് മജ്ലിസുൻ നൂറിന് ഒരു 313 അത് മറ്റേനൊരു ഇത് ഇങ്ങനെ എന്തെങ്കിലും നിറച്ചാക്കി കൊടുക്കും. കുട്ടിക്ക് സുഖകരമായി നിന്നിരുന്ന ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ 23 മണിക്കൂർ ഉണ്ടായിരുന്നു. അനുഗ്രഹത്തിന്റെ ഘട്ടത്തിലൊന്നും അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തില്ല. വിഷമം വന്നപ്പോൾ മാത്രം റബ്ബിനെ കുറിച്ച് ഓർത്തു. അങ്ങനെയും ചില ആളുകൾ. പക്ഷെ ഇവിടെ മുത്തഖീങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. പ്രയാസം ഉണ്ടാവുമ്പോഴും പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുമ്പോഴും അവരെ കൊണ്ട് കഴിയുന്നത് പോലെ അവർ കൊടുക്കും. എത്രയാണ് കഴിയുക അത് അവർ കൊടുക്കും. മുമ്പ് 1000 കൊടുക്കാൻ കഴിയും, ഇനി കൊടുത്തു. ഇപ്പോഴോ 100 കഴിയൂ, എന്നാൽ 100 കൊടുക്കും. കൊടുക്കാതിരിക്കില്ല അവർ. അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സംഭാവന നിങ്ങൾ അതിലേക്ക് നൽകണമെന്ന് വിനീതമായി ഉണർത്തും. അപ്പൊ ഇവിടെ ഈ ഖുർആൻ തുടങ്ങുന്നത് തന്നെ നിങ്ങളോട് വായിക്കൂ എന്ന് പറഞ്ഞു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇത് വലിയ അത്ഭുതകരമായ ഒരു ആയത്താണ്. നിന്നെ പടച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ, ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ പടച്ച റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖ് എന്ന് പറഞ്ഞാൽ ഒരു തരം അട്ടയെ പോലെ, ഭ്രൂണാണ്. ലീച്ച് എന്ന് പറയും അറബിയിൽ, അല്ല ഇംഗ്ലീഷിൽ. അട്ടയെ പോലെ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന ഒരു അട്ടയെ പോലെ
നീ ഒരു ഭ്രൂണമായിരുന്നു, അങ്ങനെയാണ് നിന്നെ പടച്ചത്, അതിൽ നിന്നാണ് നീ ഇന്ന് കാണുന്ന ഒരു പ്രഭാവത്തിൽ നീ എത്തിയത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നീ. നിസ്കാരത്തിന്റെ സമയം പറയുമ്പോൾ അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കൾ പറഞ്ഞു, നിസ്കാരത്തിന്റെ സമയം ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് വെച്ചിട്ട് തന്നെ ഉള്ളത്. ഒരാൾ സുബഹി നിസ്കരിക്കുകയാണ്, സുബഹിയെ കുറിച്ച് സത്യം ചെയ്തത് എന്താ ഖുർആൻ? ഒരു ഉമ്മ ഒരു കുഞ്ഞിന് പ്രസവം കഴിഞ്ഞ് ഒരു നെടുവിശ്വാസം ഇടുന്നത് പോലെ തനഫുസ്. ഒരു ഉമ്മ എല്ലാ വെപ്രാളവും കഴിഞ്ഞ് ആ കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആശ്വാസത്തിന്റെ ഒരു നെടുവീർപ്പ് പോലെയാണ് സുബഹി ജനിക്കുന്നത്. ആ സുബഹിയെ തന്നെ സത്യം. ആ ഓർമ്മയിൽ ഒരാള് സുബഹിക്ക് തക്ബീർ കെട്ടണം. അപ്പൊ സുബഹി നിസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടുമ്പോ അവന്റെ ഓർമ്മയിൽ വേണം, ഞാൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു ശിശുവായിരുന്നു. അവൻ ളുഹ്ർ നിസ്കാരത്തിന് എത്തുമ്പോ അവൻ ഓർക്കണം, ഇങ്ങനെ ഞാൻ വളർന്നു വന്നു, ഞാനൊരു യുവാവായപ്പോ ഇതാ എനിക്ക് ആ സൂര്യനിലേക്കൊന്ന് നോക്കാൻ പോലും പറ്റാത്ത വിധം, എന്നോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാൻ അത്ര വലിയ ധൈര്യമുണ്ടായിരുന്ന വിധം എന്റെ യുവത്വമായിരുന്നു ആ കാലം. ആ ഓർമ്മയിൽ അവൻ ളുഹ്റിന് തക്ബീർ കെട്ടണം. അസ്റിലേക്ക് ഒരാൾ തക്ബീർ കെട്ടുമ്പോൾ അവൻ ഇങ്ങനെ വിചാരിക്കണം, ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പഴയതുപോലെ ഒന്നും നടക്കൂല, മുട്ടിന് വേദനയായി, ഷുഗറായി, മറ്റതായി മറിച്ചതായി, കൊളസ്ട്രോൾ ആയി, പഴയ ഓട്ടൊന്നും ഇനി നടക്കൂല എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണ് അസ്ർ. ആ ഓർമ്മയിൽ അവൻ അസ്റിന് തക്ബീർ കെട്ടണം. മഗ്രിബിന് തക്ബീർ കെട്ടുമ്പോൾ അവൻ ഓർക്കണം, ഇതാ ഇവിടെ ഒരു സൂര്യൻ അസ്തമിക്കുന്നു, അതുപോലെ ഞാനും അസ്തമിച്ചു പോകാനുള്ളതാണ് എന്ന ഓർമ്മയിൽ അവൻ മഗ്രിബിന്റെ തക്ബീർ കെട്ടണം. ഇശാഇന്റെ തക്ബീർ കെട്ടുമ്പോൾ അവൻ ഓർക്കണം, ഇതാ ഈ ചുവന്ന ശോഭ നഷ്ടപ്പെടാൻ പോകുന്നു, എന്നെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ പോയി, ഈ രാത്രി ഇരുട്ടായി പോവാൻ പോകുന്നത് പോലെ എന്നെ കുറിച്ചുള്ള ഓർമ്മയിൽ എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ ഭർത്താവും, ഞാൻ മരിച്ച ഓർമ്മയിൽ കരഞ്ഞ് ആ കരച്ചിലെല്ലാം തീർന്ന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ നടന്നു നീങ്ങുകയാണ്. ഇനി ഒരു കൊച്ചുമകന്റെ കാലം വരെ എന്നെ ഓർക്കും, അത് കഴിഞ്ഞാലോ ഞാൻ എന്ന ഓർമ്മയില്ലാതെ പോകും. ആ ഓർമ്മയിലായിരിക്കണം അവൻ ഇശാഇന് തക്ബീർ കെട്ടേണ്ടത്. ഇവിടെ ഇതാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിക്കുന്നു, മോനെ, നിന്റെ ഉമ്മ 2 വർഷം നിനക്ക് മുലപ്പാല് തന്ന് പ്രയാസത്തിന്മേൽ പ്രയാസം ചുമന്നാണ് നിന്നെ പ്രസവിച്ചത്. അപ്പൊ നീ ഉമ്മ എന്ന ഇവിടെ ഖുർആൻ പറഞ്ഞതാണ്, നീ അണ്ടകടാഹത്തെ പടച്ച റബ്ബിന്റെ നാമത്തിൽ വായിക്കുമ്പോ നീ ഉമ്മ എന്ന ബയോളജിക്കൽ ഫാക്ടറിനെ അറിയണം. അപ്പൊ നീ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച അട്ടയെ പോലെയായിരുന്നു. അപ്പൊ നീ ഉമ്മയുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കണം, നീ എംബ്രിയോളജി പഠിക്കണം, എന്നിട്ടോ നീ റബ്ബിനെ കുറിച്ച് അറിയണം. ഏത് വിജ്ഞാനവും അത് എത്തുന്നത് അള്ളാഹുവിലേക്കാണ്. എല്ലാ വിജ്ഞാനവും റബ്ബിലേക്കാണ് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ ഇതാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിക്കുന്നു, മോനെ, വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ, അല്ലാഹുവിലേക്ക് നടന്നു നീങ്ങിയ മഹാന്മാരുടെ പിന്നാലെ നീ നടക്കണം. നീ വഴിതെറ്റി പോകരുത് മോനെ, നീ അരാജകത്വത്തിന്റെ വഴികളിലേക്ക് സഞ്ചരിച്ചു പോകരുത് മോനെ. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറാ ഔ ഫീ സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. നീ ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാമെന്ന് വിചാരിക്കരുത്. എല്ലാം അറിയുന്ന ഒരു റബ്ബുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് മറച്ചു വെച്ച ഒരു തിന്മയും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് മോനെ. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത്, മോനെ നീ നിസ്കാരത്തെ നിലനിർത്തണേ. നിസ്കരിക്കണേന്നല്ല, നിസ്കാരത്തെ നിലനിർത്തണേ. അഖിമിസ് സ്വലാത്ത്, നിസ്കാരം പള്ളിയിൽ വെച്ച് ജമാഅത്തിലെല്ലാം പങ്കെടുത്താൽ എന്തൊരു റാഹത്തുണ്ടാവും. അത് ഉപ്പയിൽ നിന്ന് ശീലമാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇമാം ഗസാലി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ നന്മകൾ പതിവാക്കി കൊടുത്താൽ അവരതിൽ ചെയ്യുകയും അവർ ദുന്യാവിലും ആഖിറത്തിലും അവർ വിജയിക്കും. ഇനിയോ നിങ്ങൾ അവർക്ക് ഒരു ഷർറാണ് കാണിച്ചു കൊടുത്തതെങ്കിലോ, ഉപ്പയിൽ നിന്ന് അവർ പഠിച്ചത് വളരെ മോശമായ കാര്യങ്ങളാണെങ്കിലോ, ഉമ്മയിൽ നിന്ന് അവർക്ക് കിട്ടിയത് കുടുംബകലഹത്തിന്റെ അധ്യായങ്ങളാണെങ്കിലോ. ഇന്നലെ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞു, ഇപ്പൊ ഹജ്ജിന് യാത്ര പറയാൻ പോകുന്ന സമയമാണ്, എല്ലാവരും പോയിട്ട് ഹജ്ജിന് യാത്ര പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഓൻ പറയാന്ന്,
എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇനി വീഡിയോ കോളോ മറ്റോ ചെയ്തിട്ട് യാത്ര പറഞ്ഞാൽ മതി. കാരണം എന്താ, യാത്ര പറയാൻ പോകുന്നിടത്ത് കുറച്ചു നേരം ഇരുന്നിട്ട് ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞിട്ടാ പോരാ. ഇനിയിപ്പോൾ ആ കുറ്റം പറഞ്ഞ പോലെ പൊരുത്തപ്പിടിപ്പിക്കാൻ വേറെ പോണ്ടേ. അപ്പോൾ പോണോടത്ത് മുഴുവൻ ഇരുന്നിട്ട് കുറച്ച് കുറ്റം പറഞ്ഞാലേ ശരിയാവും. നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നം അതല്ലേ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ 5 കാര്യങ്ങൾ. ആ കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിന്റെ പതിവായി വന്നാൽ ഇദസ്തഹല്ലതു ഉമ്മത്തി ഖംസൻ ഇദാ അമിലതു ഉമ്മത്തി ഖംസൻ, പല റിവായത്തുകൾ കാണാം. 5 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്ത് പതിവാക്കിയാൽ, അവർ ഹലാലായ കാര്യം പോലെ ചെയ്തു വന്നാൽ ഫഅലൈഹിമുദ്ദിമാർ, വലിയ അപകടങ്ങൾ അവരിലേക്ക് വന്നു ചേരും. വലിയ അപകടങ്ങൾ ഉണ്ടാവും. ഇപ്പോ നോക്കൂ നിങ്ങൾ, ഈ അപകടങ്ങൾ അവർക്കുണ്ടാവും. ഇപ്പൊ ഇവിടെ വാഹനാപകടങ്ങൾ മാത്രല്ല, പ്രകൃതിയുടെ പെട്ടെന്നുള്ള വികൃതികൾ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ചു വർഷം എന്ന് പറയാനില്ല, കഴിഞ്ഞ വർഷം, ഇപ്പൊ 2 വർഷം, ചൂരൽമലയിൽ മുണ്ടക്കയിൽ ഒരു രാത്രി കിടന്നുറങ്ങിയ ആളുകളാണ്. നാളെ നേരം വെളുക്കുമെന്ന പ്രതീക്ഷയിൽ കിടന്നുറങ്ങിയ ആളുകൾ, ഇന്ന് രാത്രി വീട്ടിലെത്തുമെന്ന പ്രതീക്ഷയിൽ വാഹനത്തിൽ യാത്ര ചെയ്ത ആളുകൾ, രാത്രിയാകുമ്പോഴേക്ക് അവരില്ലാതെ പോകുന്നു. ഖുർആന്റെ ചില ആയത്തുകളൊക്കെ ഇങ്ങനെ കേട്ടാൽ നമുക്ക് തോന്നും ഇതൊക്കെ ഇപ്പൊ ഇറങ്ങിയതാണോ. അഫഅമിനഅഹ്ലിൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹം വഹും യൽഅബൂൻ, പകലിൽ അവർ സന്തോഷത്തോടെ ആർമാദിച്ച് ജീവിക്കുന്ന ആളുകൾ, കളിച്ച് ചിരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഉറപ്പുണ്ടോ രാത്രിയിലേക്ക് അവർ എത്തുമെന്ന് ഉറപ്പുണ്ടോ? അഫഅമിനഅഹ്ലിൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതം വഹും നായിമൂൻ, രാത്രി കിടന്നുറങ്ങിയ ആളുകൾ പകലിൽ അവർ സന്തോഷത്തോടെ എണീക്കുമെന്നുറപ്പുണ്ടോ? ഇതാണ് ഖുർആന്റെ ചോദ്യം. ആർക്കാണ്? ആ നാട്ടുകാർക്ക് അങ്ങനെ വല്ല ഉറപ്പും പറയാൻ കഴിയുമെന്നാ? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, വലിയ അപകടങ്ങൾ വരുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഹലാലാക്കിയത് കൊണ്ടാണ്. എന്താണത്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇദാ ലഹറ ഫീഹിമുത് തലാഉൻ, ആക്ഷേപങ്ങൾ, പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ, അതിന്ന് വല്ലാതെ വരുന്നു. നമ്മളെ പണി തന്നെ അതാണ്, ആളുകളെ പരസ്പരം തമ്മിൽ തല്ലിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. മുമ്പൊരാള് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയത്രേ. ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ ഭാര്യക്ക് തീരെ ചെവി കേൾക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ അതിന് പറ്റി എന്തെങ്കിലും മരുന്ന് തരണം. ഡോക്ടർ പറഞ്ഞു, ഓളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഇവിടെ വന്നിട്ട് ചികിത്സിക്കാനേ പറ്റൂ, ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അങ്ങനൊന്നും ഓള് വരൂല, പറഞ്ഞാലൊന്നും ഓള് കേൾക്കൂല, അതുകൊണ്ട് അതൊന്നും നടക്കൂല. നിങ്ങളൊരു കാര്യം ചെയ്തോ, എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി തന്നാൽ മതി. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇതിപ്പോ അങ്ങനെ എഴുതാൻ പറ്റൂലല്ലോ, എത്ര ദൂരത്തുനിന്നാണ് കേൾവിക്ക് കുറവുള്ളത് നോക്കണല്ലോ. അപ്പോ നീ ഇങ്ങനെ ഓരോ ഡിസ്റ്റൻസ് വെച്ചിട്ട് വിളിക്കുക, എന്നിട്ട് എത്ര ദൂരത്തുനിന്നാണ് ഓള് കേൾക്കുന്നത് നോക്ക്, എന്നിട്ട് ആ ദൂരം ഇവിടെ വന്ന് പറയും. ഇയാൾ കുറെ ദൂരത്തുനിന്ന് വന്നിട്ട് ചോദിച്ചോളൂ, ഏയ് എന്താ ഇന്ന് ചോർക്ക് കറി എന്താ? ഇവളൊന്നും പറയുന്നില്ല. അപ്പൊ ഇവൻ കുറച്ചുകൂടി മുമ്പോട്ട് വന്നിട്ട് പിന്നെയും ചോദിച്ചോ, ഏയ് എന്താ ഇന്ന് ചോർക്ക് കറി? ഇവളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ വീണ്ടും വന്ന് ഏകദേശം അടുത്തെത്തി. ഏയ് എന്താന്ന് ചോർക്ക് കറി? അപ്പൊ ഇവള് പറഞ്ഞു, എത്ര വട്ടായി പറയുന്നത് മീൻകറിയാണ്. അപ്പൊ ആർക്കാ കേൾക്കാത്തത്? അത് ഇവന് തിരിയണ്ടേ? നമ്മൾ മറ്റുള്ളവരെ കുറവ് മാത്രമേ നോക്കണുള്ളൂ, സ്വന്തം കുറവിലേക്ക് തന്നെ നോക്കുന്നില്ല. പരസ്പരം ആളുകൾക്കിടയിൽ വിദ്വേഷവും പകയും വെറുപ്പും ഉണ്ടാക്കുക. പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവരല്ലാത്തവരത് കൈകാര്യം ചെയ്യാം. റുവൈബിളാക്കൾ വരും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആരാണ് ഈ റുവൈബിളാക്കൾ? ആളുകളുടെ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവരല്ലാത്തവർ ആ വിഷയം കൈകാര്യം ചെയ്യാം. അതാരാ പറയേണ്ടത്? അത് പറയാൻ വേറെ ആളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു പറയണം? അല്ലെങ്കിൽ തന്നെയും ഇമാം ഗസാലി ഇഹിയയിൽ പറയുന്നു, ഒരാൾ സംസാരിക്കുന്നതിന് മുമ്പ് 8 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാ. ഒന്ന്, അതിലെ ഇമാം ഗസാലി കുറെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഇത് ഞാൻ തന്നെ പറയേണ്ടതാണോ എന്ന് ഉറപ്പിക്കണം. ഇത് പറയാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നാ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഞാൻ ഇപ്പൊ പറയേണ്ടതാണോ എന്ന് ഉറപ്പിക്കണം. കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞെങ്കിൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ തന്നെ എടുത്തു കയറി എന്റെ ഈ ദേഷ്യത്തിൽ പറയണ്ടല്ലോ, എന്നാൽ അവിടെ വെക്കട്ടെ. ഇത് ഇപ്പൊ തന്നെ പറയണോന്ന് ആലോചിക്കണം. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാണ് ഞാൻ പറയുന്നതെങ്കിലും അയാൾ എന്ത് മറുപടി പറയും എന്നും കൂടി ചിന്തിക്കണം.
അയാൾ പറയുന്ന മറുപടിക്ക് എനിക്ക് പിന്നെ ഒരു മറുപടി ഉണ്ടാവുമോ എന്ന് ചിന്തിക്കണം. അയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരാൾ ചിന്തിച്ച അയാൾക്ക് ഒന്നും പറയാനുണ്ടാവില്ല. അതുകൊണ്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആക്ഷേപങ്ങൾ അത് പരസ്യമായി അതങ്ങനെ വെളിവായി വന്നാൽ ഇദാ ലഹറ ഫീഹി മുത്തലാഉ, പരസ്പരമുള്ള വിദ്വേഷവും പകയും അത് വെളിവായി വന്നാൽ, വശരിബുൽ ഖംർ, കള്ളുകുടിയന്മാർ വെളിവായി വന്നാൽ. മുമ്പും കള്ളുകുടിയൊക്കെ ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും ഒരു ഒളിഞ്ഞ് പാത്ത് ഒക്കെ കുടിക്കലേനു. ഇപ്പൊ അത് പരസ്യമായി കുടിക്കാൻ തുടങ്ങി, എല്ലാവരും കുടിയും. കുടിക്കുക എന്നുള്ളത് ഒരു വലിയ തെറ്റൊന്നായി ഇപ്പൊ കാണുന്നൊന്നുമില്ല. തരുണീമണികളായ ചെറിയ പെൺകുട്ടികളെ നമ്മുടെ വിവാഹങ്ങളുടെ നമ്മുടെ ആഘോഷങ്ങളുടെ ഒക്കെ മുമ്പിൽ വെക്കുന്ന കാലം നിങ്ങളെന്നെ ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടിലുള്ള സൽക്കാരം, കല്യാണം, ഇതിനൊക്കെ പെൺകുട്ടികളെ മുമ്പിൽ വെക്കുന്നു, അവരൊരു പ്രദർശന വസ്തുവാക്കുന്നു. അങ്ങനെ വരുന്ന ഒരു കാലം വന്നാൽ വലബിസുൽ ഹരീർ, പട്ടുവസ്ത്രം ധരിക്കുന്ന ഒരു കാലം വന്നാൽ വഖ്തഫർ റിജാലു ബിർരിജാൽ വന്നിസാഉ ബിന്നിസാ, ആണിന് ആണിനെയും പെണ്ണിന് പെണ്ണിനെയും മതിയാക്കുന്ന കാലം വന്നാൽ ഫഅലൈഹിമുദ്ദിമാർ, വലിയ അപകടം അവരിലേക്ക് വരും. ആ കാലം വന്നു കഴിഞ്ഞു. ലെസ്ബിയൻ കപ്പിൾസുകളുടെ വിവാഹങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇപ്പൊ സാധാരണയായി. അതിലിപ്പോ ഏത് നിങ്ങൾ നോക്കിക്കോളൂ, ലെസ്ബിയൻ കപ്പിളൊക്കെ എടുത്തു നോക്കിയാൽ ഇവിടുത്തെ നമ്മളെ ഈ സമുദായത്തിലെ മക്കളല്ലേ. എന്നിട്ട് ഈ മക്കളെ ഞാൻ എന്റെ രക്ഷിതാക്കളോട് ഗൗരവപൂർവ്വം പറയാണ്, മക്കളെ ഭൗതികപരമായി കുറെ ഉയർത്തണം എന്ന ചിന്തയിൽ ഒരു കുറച്ച് എൻജോയ് ചെയ്യട്ടെ എന്നാ. ഈ അടുത്തൊരു കാസർഗോഡ് ജില്ലയിലെ ഒരു ഉസ്താദിന്റെ കഥ കേട്ട്. കാസർഗോഡ് ജില്ലയിലെ ഒരു ഉസ്താദ് മദ്രസയിലെ കുട്ടികളോട്, ഒരു കുട്ടിയുടെ മുടി ഇങ്ങനെ തേനീച്ചക്കൂട് പോലെ ആയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ മുടി ഇങ്ങനെ വെട്ടണത്, ഓനോടല്ല മൊത്തത്തിൽ ക്ലാസ് എന്ന് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചില്ലേ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസർ ഹൽക്കു ബഅദുർ റഅസാൻ, തല ഇങ്ങനെ കുറച്ചൊക്കെ വെട്ടുക ബാക്കിയൊക്കെ ഇങ്ങനെ നിർത്തുക, അത് നബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യല്ലേ, നമ്മളിപ്പോ അത് ചെയ്യാൻ പാടുള്ളൂ, നബിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ നമ്മള്, ഇത്ര അയാൾ പറഞ്ഞിട്ടുള്ളൂ. ഈ കുട്ടിക്കാണ് ഈമാൻ കൂടി, അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾക്ക്, ചില വാദമൊക്കെ കേട്ടാൽ ഇന്നും നന്നാണെന്നൊരു തോന്നല്. അപ്പൊ ഈ കുട്ടിക്ക് അങ്ങോട്ട് ഈമാൻ കൂടിയിട്ട് ഇപ്പം വീട്ടിൽ പോയിട്ട് പറഞ്ഞത്രേ, ഉമ്മ എനിക്ക് മുടി വെട്ടണം. ഇപ്പൊ ഈ മോഡേൺ കാലത്ത് ഉമ്മയും ഉപ്പിയല്ലേ, ഇതിനെ മുടി വെട്ടണത് നല്ല രസമുണ്ടല്ലോ. കുട്ടി ബാത്റൂം കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡ്രിമ്മർ കൊണ്ട് മുടി അങ്ങ് വെട്ടി, ആകെ കൊളായി. ഡ്രിമ്മർ കൊണ്ട് വെട്ടി അങ്ങ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ആകെ കൊളായപ്പോ ഉമ്മ ഇത് വീഡിയോ എടുത്തിട്ട് ഉപ്പ ഗൾഫിലാണ് അയച്ചു കൊടുത്തത്. നാട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ കുട്ടിനെ കൊണ്ട് നിർബന്ധിച്ച് മുടി അങ്ങനെ ആക്കി. പിറ്റേന്ന് മദ്രസയിൽ മൊത്തം ആൾക്കാരും ഉസ്താദിനെ തല്ലാൻ. ഇതാണ് ഈ കാലതാണ്. മുമ്പ് നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ കുട്ടിക്കാലത്ത് ഉള്ള സമയത്ത് അടിയെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ, ഞാനിപ്പോ നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നണ്ടേ ഓ ഇയാൾ വലിയ വയസ്സനായിട്ടാണല്ലോ ഇപ്പൊ ഈ പറയുന്നത്. അല്ല, നമ്മളെ കാലത്തുണ്ടായിന് ഉപ്പില്ല, അടി ഇങ്ങനെ കൊണ്ടിട്ട് നമ്മളിങ്ങനെ ഉമ്മ മദ്രസന്ന് വന്നിങ്ങനെ കുളിപ്പിക്കുമ്പോ ചന്തിന്റെ ഭാഗത്ത് സോപ്പ് ഇങ്ങോട്ട് തേക്കുമ്പോ ഒരു നീറ്റലാണ്. അപ്പൊ ഉമ്മ ചോദിക്കും, ആരോ ഉമ്മാന്റെ കുട്ടീനെ തല്ലീണ്? അപ്പൊ പറയും ഉസ്താദ് തല്ലിയതാണ്. അപ്പൊ ഉമ്മ പറയും, ഉസ്താദ് തല്ലിയത് എന്നാ പിന്നെ ആ ഭാഗം സ്വർഗത്തിലാണ്, ഉമ്മാന്റെ കുട്ടിന്റെ ആ ഭാഗം സ്വർഗത്തിലാണ്. ഞാൻ സത്യത്തിൽ അന്നൊക്കെ ചിന്തിക്കലുണ്ട്, ഈ ഭാഗം മാത്രം സ്വർഗത്തിൽ പോയിട്ട് ഇപ്പൊ എന്താ കാര്യം? അതുകൊണ്ട് ഉസ്താദ് അടുത്ത പ്രാവശ്യം തല്ലുമ്പോ കുറച്ച് കയ്യും തലയൊക്കെ വെച്ചു കൊടുക്കണം, കാരണം ചന്തി മാത്രം സ്വർഗത്തിൽ പോയിട്ട് എന്താ ബാക്കിയെല്ലാം പോണ്ടേ. ഇന്നിപ്പോ ഒരു കുട്ടിനെ ഒരു ഉസ്താദ് തല്ലിയണമെങ്കിൽ ആ ഉസ്താദ് ദുന്യാവും തന്നെ നരകത്തിൽ എത്തിയിട്ടുണ്ടാവും, കുട്ടി സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടാവും. അതല്ലേ അവസ്ഥ. ഒരു കുട്ടിയെ 20 സെക്കൻഡിന് അപ്പുറം ഒന്ന് കൂർപ്പിച്ച് നോക്കാൻ പോലും പാടില്ല എന്നാണ്. അതുപോലെ ഒരു ഉസ്താദ് ഉണ്ട്. ഇനി ഒരു ഉസ്താദിനെതിരെ ഒരു രക്ഷിതാവ് പരാതി കൊടുത്താണ് അത്ര, ഉസ്താദിനോട് പറഞ്ഞല്ലോ നിങ്ങളെ കാണിച്ചു തരാന്ന്. എന്നിട്ട് ഈ കുട്ടിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തത്രേ. കേസ് എന്ത് വന്നു? പോക്സോ ആയിട്ട് വന്നു. ഈ പോക്സോ കേസിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പിന്നെ കേസ് പിൻവലിക്കാൻ കഴിയില്ല. ഈ രക്ഷിതാവ് ഇയാളെ പേടിപ്പിക്കാൻ വേണ്ടി തമാശക്ക് കൊടുത്തതാ. ഇയാളൊന്ന് പേടിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് കൊടുത്ത കേസാണ്. ഈ പേടിപ്പിക്കാൻ കൊടുത്ത കേസിന്റെ വിധി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? 60 വർഷത്തെ തടവ. ഈ വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്നവരാണ്. ഇതാണ് പുതിയ കാലം. ഒന്നും പറയാൻ പറ്റാതെ പോവാണ് ആർക്കും. പക്ഷെ അത് പറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിബിധങ്ങൾ പറഞ്ഞു, ആണിന് ആണിനെയും പെണ്ണിന് പെണ്ണിനെയും മതിയാക്കുന്ന ഒരു കാലം.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ കുട്ടി കുറച്ചൊന്ന് മോഡേൺ ആവട്ടെ, അവളൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്നാ രക്ഷിതാക്കൾ. എന്താ ഇപ്പൊ മൂല്യമാർക്ക് ഓളൊന്ന് പാൻറ് ഇട്ടാൽ ഒരു ജീൻസും ഷർട്ടും ഇട്ടാൽ മൂല്യമാർക്ക് കുറച്ചാക്ക്, അങ്ങനെയാണോ? നിങ്ങൾ പറയൂ. കഴിഞ്ഞ വർഷം ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ അത് സംബന്ധമായ ഒരു പഠനം നടത്താൻ വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റി രൂപപ്പെടുത്തുകയും അതിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. അതിൽ തന്നെ അതിന്റെ മുകളിൽ തന്നെ കൊടുത്തത് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ദ ടിംഗ്ലിംഗ് സ്റ്റാർസ് ആൻഡ് ബ്യൂട്ടിഫുൾ മൂൺ. ആകാശം വളരെ മനോഹരാണ്, തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ഒരു ചന്ദ്രനും അവിടെ ഉണ്ട്. പക്ഷേ the scientific investigation relieved that stars does not tingle nor does the moon look beautiful now. പക്ഷേ ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും പറയുന്നത് അങ്ങനെയല്ല. നക്ഷത്രങ്ങളൊന്നും തിളങ്ങുന്നുമില്ല, ചന്ദ്രൻ അത്ര രസമുള്ള സാധനമൊന്നുമല്ല. എന്തുകൊണ്ട്? ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന നടിമാർക്കെതിരെയുള്ള വലിയ അർത്ഥത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, ദ സ്റ്റഡീസ് ദെയർ ഫോർ ക്വസ്റ്റൻസ്. ഈ പഠനം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്, ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ. കാണുന്നതെല്ലാം ഒന്നും വിശ്വസിക്കണ്ട. ഇപ്പൊ അങ്ങനെയാണല്ലോ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന കപ്പിൾസിന്റെ ഒക്കെ അവരുടെ ഒരു ഫാമിലി വ്ളോഗൊക്കെ കണ്ടിട്ട് അങ്ങനെയാണെന്ന് വിചാരിച്ചു വെച്ചിരിക്കും. അതുകൊണ്ടാണ് ഈ ഡിവോഴ്സ് ഒക്കെ വല്ലാതെ കൂടുന്നത്. എങ്ങനെ കൂടെ പറഞ്ഞു, ഈവൻ ദ സാൾട്ട് ലുക്ക് ലൈക്ക് ഷുഗർ. ചിലപ്പോ നിങ്ങൾക്ക് തോന്നുമ്പോ ഉപ്പാണെന്ന് തോന്നും, ശരിക്കത് മധുരായിരിക്കും. മധുരാണെന്ന് തോന്നും, അത് ഉപ്പായിരിക്കും. രണ്ടും ഒരുപോലെ കാണാനുണ്ടാവും. അങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നടിമാരുടെ അവസ്ഥയെങ്കിൽ ഇതാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഈ പാശ്ചാത്യന്മാർ ഛർദിച്ചു വെച്ചതൊക്കെ തിന്നുന്ന ഒരു സമയമാണ്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കൈവിട്ടു പോയതിനു ശേഷം കരഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഒന്നുണർത്തുന്നു എന്റെ രക്ഷിതാക്കളോട്, എല്ലാ ഭൗതികപരമായ നേട്ടങ്ങൾക്കും വേണ്ടി നമ്മുടെ മക്കളെ വല്ലാതെ വിടുമ്പോൾ നിങ്ങളുടെ ഭൗതികപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ഈ ദുന്യാവ് വെട്ടിപ്പിടിക്കാനുള്ള സാമ്പത്തികമായ തേട്ടങ്ങളും കഴിഞ്ഞ് ഇസ്ലാമികമായ ഒരു മണ്ണും അവർ ചവിട്ടുന്നില്ലെന്ന് വന്നാൽ, ഒരു ഈമാനികമായ നനവും അവരുടെ ഹൃദയത്തിനുള്ളില്ലെന്ന് വന്നാൽ, നമ്മൾ രണ്ട് ലോകത്തും പരാജയപ്പെട്ടു പോവും കേട്ടോ. പിന്നെ ഇസ്ലാം ഈമാൻ അതൊക്കെ ഒരു കളിയായി. ഇത് പറയുന്നവരൊക്കെ മോശമായി. സ്വന്തം ഉപ്പ ചോര നീരാക്കി അധ്വാനിച്ച് വളർത്തിയ മകളാണ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തന്റെ ഉപ്പയെ കുറിച്ച് അയാൾ ഒരു ഓർത്തഡോക്സ് ആണ് എന്ന് ലെസ്ബിയൻ കപ്പിൾസ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അവർ റീച്ച് ഉണ്ടാക്കുന്നത്. ഞാൻ എന്റെ സഹോദരിമാരോട് പറയാണ്, എന്റെ യുവതികളോട് പറയാണ്, ഇതെല്ലാം കഴിയും. ഈ ക്യാമറ കണ്ണുകളൊക്കെ ചുറ്റുപാടുന്ന് മാറും. ഈ തിരക്കുകളൊക്കെ അവസാനിക്കുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് മുഅ്മിനീങ്ങളുടെ റൂഹ് പിടിക്കുമ്പോ ആകാശത്ത് നിന്നൊരു മാലാഖമാര് വന്ന് വിളിച്ചു പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ എന്റെ സ്വർഗത്തിലേക്ക് വരൂ, ശാന്തമായി കെട്ടടങ്ങിയ ആത്മാവേ, മുത്മഇന്നത്തായ ആത്മാവേ, എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ, അലമാലകൾ ഒഴിഞ്ഞ ശാന്തമായ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിന്റെ സവിധത്തിലേക്ക് മടങ്ങൂ. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുള്ള സ്വർഗീയ ഉദ്യാന പദങ്ങളിലേക്ക് നീ കയറി വരൂ എന്ന് വിളിച്ചു പറയുന്ന ആത്മാക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ റൂഹ് പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് പറയുന്നു, ആണിനെ ആണ് മതിയാക്കുന്ന കാലം വന്നാൽ അപകടങ്ങൾ ഉണ്ടാവും, വലിയ പകർച്ചവ്യാധികളും. ആണിനെ ആണും പെണ്ണിനെ പെണ്ണും. നമ്മൾ ഈ LGBTQ+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇതുകൂടി നിങ്ങൾ അറിയണേ. പ്ലസ് എന്ന് പറയുന്നിടത്ത് 73 സബ് കാറ്റഗറികൾ ഉണ്ടായില്ലേ? നിങ്ങളൊന്ന് വെറുതെ അടിച്ചു നോക്കൂ. അതിൽ മാതൃഭോഗമുണ്ട്, മൃഗഭോഗമുണ്ട്, ശിശുക്കളോട് കുട്ടികളോടുള്ള ഭോഗമുണ്ട്, ചത്ത ശവത്തിനോടുള്ള ഭോഗമുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്താ പറയുന്നത്? ഇതൊരു മാനസിക രോഗമല്ല, ഹോർമോണിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ അംഗീകരിക്കേണ്ടി വരും. ഒരാൾക്ക് ഒരു കുട്ടിയോട് അങ്ങനെ തോന്നുന്നു, എന്നാൽ അംഗീകരിക്കണം. കാരണം എന്താ? ഹോർമോണിന്റെ പ്രശ്നമല്ലേ. ഇതെല്ലാം അംഗീകരിക്കോ നിങ്ങൾ? ഇതെല്ലാത്തിനെയും അംഗീകരിക്കേണ്ടി വരും.
അങ്ങനെ ചില വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും. കുടുംബത്തെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അള്ളാഹു വെച്ച് പൊറുപ്പിച്ചിട്ടേ ഇല്ല. ചരിത്രങ്ങളിൽ എമ്പാടും കാണാം മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഇതുപോലെ ഒരു വിഭാഗം ആളുകൾ, പുരുഷന്മാർ അവരുടെ യുവാക്കളായ പുരുഷന്മാരോട് ഈ വിധത്തിലുള്ള ലൈംഗിക ചിന്ത അവർക്ക് വന്നപ്പോൾ അള്ളാഹു അവരെ പരീക്ഷിക്കാൻ വേണ്ടി ചില മലക്കുകളെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളായി പറഞ്ഞയച്ചു. ഈ മലക്കുകളെ ശല്യം ചെയ്യാൻ വേണ്ടി ഈ ലൂത്ത് നബിയുടെ ജനങ്ങൾ സദൂം ഗോത്രക്കാർ, സഡോമിസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്, ഈ വിഭാഗത്തിനെയാണ്, ഈ ചിന്തയുള്ള ആളുകളാണ് സദൂം ഗോത്രക്കാർ. അവരിൽ നിന്ന് വന്നാണ് സഡോമിസ്റ്റ്. ഇവർ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളായി വന്ന ഈ മലക്കുകളെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഖുർആൻ തന്നെ പറഞ്ഞു, വലമ്മാ ജാഅത് റുസുലുനാ ലൂതൻ സീഅ ബിഹിം വളാഖ ബിഹിം സറഅ വഖാല ഹാദാ യൗമുൻ അസീബ്. ലൂത്ത് നബി വലിയ വിഷമത്തോടെ പറഞ്ഞു, വല്ലാത്ത ദുഃഖത്തിന്റെ ദിവസമാണിത്. കാരണം വല്ലാത്ത ഘട്ടത്തിൽ അവർ വന്ന് ഇവരിത് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ റബ്ബേ, ഇതൊരു വല്ലാത്ത വിഷമത്തിന്റെ ദിനം തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ഈ ആളുകളെ, യുവാക്കളെ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന ആളുകളോട് ലൂത്ത് നബി പറഞ്ഞു, യാ ഖൗം ഹൗലാഇ ബനാതി ഹുന്ന അത്ഹറു ലക്കും. ഓ എന്റെ ജനങ്ങളെ, ഇതാ ഇവിടെ പെൺകുട്ടികളുണ്ട്, സഹോദരിമാരുണ്ട്, അവരോടെ നിങ്ങൾക്ക് ആ ചിന്ത വരാൻ പാടുള്ളൂ. അവരാണ് നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അനുശുദ്ധമായത്, ഏറ്റവും അനുയോജ്യമായത്, ശുദ്ധകരമായ ദാമ്പത്യം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അതൊന്നും പോരാ, ഇവരെന്നെ മതി. ഖുർആൻ അത് പറഞ്ഞു വെച്ചു. ഇദാ ലൂത്ത് നബി ആ ജനതയോട് അവസാനം പറഞ്ഞു, അലൈസ മിൻകും റജുലുൻ റശീദ്. നിങ്ങളെ കൂട്ടത്തിൽ ഒരു ആൺകുട്ടി ഇല്ലേന്നാ, ഒരു ആൺകുട്ടി ഇല്ലേ, ഒരു ബോധമുള്ള കുട്ടികളിൽ ഇന്ന് ആ ചോദ്യം പ്രസക്തിയാവാണ്. ഇതെല്ലാം കണ്ടിട്ടും ആർക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? പ്രതികരിക്കാൻ തോന്നാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആൺകുട്ടികൾ ഇല്ലാതെ പോയോ? ആ ജനതയെ അള്ളാഹു നശിപ്പിച്ചു. അവരുടെ നാടിനെ അള്ളാഹു മുച്ചൂടും തീമേൽ മറിച്ചു. അപ്പൊ ഈ കുടുംബം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പത്തെ, ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ, അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളെ ഖുർആൻ എതിർത്തു. സമയം 10 മണി കഴിഞ്ഞില്ലേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, അത് വലിയ അപകടത്തോടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം ചിന്തകളെ വെച്ചു ഉറപ്പിച്ചതേയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ ഇതാ ഒരു ഉപ്പ ഒരു മകനെ ഉപദേശിക്കുന്നു, മോനെ നീ നിസ്കാരം നിലനിർത്തണം. എന്ന് മാത്രമല്ല, നീ നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, ചീത്ത കാര്യങ്ങളിൽ നിന്ന് മനസ്സുകൊണ്ടെങ്കിലും നിനക്കൊരു വെറുപ്പുണ്ടാവണം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ വസ്ബിർ അലാ മാ അസാബക, ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക്. വസ്ബിർ അലാ മാ അസാബക, ഇത് ജീവിതമാണ്. ജീവിതത്തിൽ പല പ്രയാസം ഉണ്ടാവും. നമ്മളൊന്ന് മൊബൈൽ ഫോൺ വാങ്ങി വെക്കുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്ത വാർത്ത വരികയാണ്. ഫോൺ വാങ്ങി വെച്ചതിന്, ഒന്ന് ദേഷ്യപ്പെട്ടതിന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ജീവിതമാണ്. പരീക്ഷ വരും, തോൽക്കും, ജയിക്കും, എല്ലാം ഉണ്ടാവും. ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ, പ്രാരാബ്ദങ്ങളുടെ, വിഷമങ്ങളുടെ മുമ്പിൽ ക്ഷമിച്ചു നിൽക്കാൻ നിനക്ക് കഴിയണം മോനെ. ഇതൊരു ഉപ്പ ഒരു മോനെ ഉപദേശിക്കുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ കൂടി പറഞ്ഞു, ഇതും കൂടി പഠിപ്പിക്കണം. നീ ആളുകളുടെ അടുത്തുനിന്ന് മുഖം തിരിച്ച് നടക്കരുത്, ആളെ മുഖത്ത് നോക്കാതെ നീ നടക്കരുത്. ഇപ്പൊ എല്ലാം പഠിപ്പിക്കുന്നു നമ്മുടെ കുട്ടികളെ, പക്ഷെ മനുഷ്യത്വം പഠിപ്പിക്കാതെ പോകുന്നു. അതുകൊണ്ടല്ലേ എല്ലാം പഠിച്ച കുട്ടികൾ നീയാണ് എന്റെ ജന്മക്ഷാപം എന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മയുടെ മേൽ കടാര കുത്തിയിറക്കുന്നത്. ഇതാ കസിൻസ് എന്ന പേരിൽ ഇന്ന് നടക്കുന്ന പേക്കൂത്തിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ്. കഴിഞ്ഞ ആഴ്ചയിലും കോഴിക്കോട് ജില്ലയിൽ കസിൻസ് എന്നുള്ളതിന്റെ പേരിൽ അതാ 16 വയസ്സുകാരി ഒരു പെണ്ണിനെ 20 വയസ്സുകാരൻ വെട്ടിക്കൊന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വെഞ്ഞാറമൂടിൽ, തിരുവനന്തപുരത്ത് ഉമ്മയെ, സഹോദരനെ, കൂടപ്പിറപ്പുകളെ, വല്യുപ്പയെ, വല്യുമ്മയെ ഒക്കെ കൊന്നിരിക്കുന്നു. തന്റെ സഹധർമ്മിണിയാവേണ്ടി വന്നിരുന്ന ഒരു പെണ്ണിനെ പോലും കൊന്നിരിക്കുന്നു. അപ്പൊ ഇതൊരു വിഷയമല്ലാതെ പോയിരിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? എല്ലാം പഠിപ്പിക്കുന്നു. ഇതൊക്കെ പഠിച്ച കുട്ടികളല്ലേ, എല്ലാം പഠിപ്പിക്കുന്നു. പക്ഷെ മാനവികത പഠിപ്പിക്കാതെ പോകുന്നു, ധാർമ്മികത പഠിപ്പിക്കാതെ പോകുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ,
വിജ്ഞാനത്തിന്റെ ഒരു കൂമ്പാരം നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കി വെക്കുന്നു. പക്ഷെ അവർ മാനവികത പഠിക്കാതെ പോകുന്നു. പഠിക്കേണ്ട വലുതും അവർ പഠിക്കാതെ പോകുന്നു. ഇതുകൂടി പഠിപ്പിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കുട്ടികൾക്ക് സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ വെറും വിദ്യാഭ്യാസം മാത്രം നോക്കിയാൽ പോരാ. നമുക്കിന്ന് 1,900 വരുന്ന സംഘടനകളും 1,900 വരുന്ന പ്രസ്ഥാനങ്ങളും 1,900 വരുന്ന സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷേ ഏത് സ്ഥാപനത്തിലാണ്, ഏത് സംഘടനയിലാണ്, ഏത് പ്രസ്ഥാനത്തിലാണ് നമ്മുടെ കുട്ടികൾക്ക് ധാർമ്മികമായ മൂല്യം പഠിപ്പിക്കുന്നത്, സദാചാരം പഠിപ്പിക്കുന്നത്, മാനവികത പഠിപ്പിക്കുന്നത്, വലിയവരെ ബഹുമാനിക്കാനും ചെറിയവരെ സ്നേഹിക്കാനും ഉമ്മയെയും ഉപ്പയെയും അതിന്റെ ബയോളജിക്കൽ ഫാക്ടറിനപ്പുറം അതിനോട് നാം കാണിക്കേണ്ട പ്രബുദ്ധതയെ പഠിപ്പിക്കുന്ന ഇടങ്ങൾ എവിടെയാണ്? ആ ക്വാളിറ്റി വിദ്യാഭ്യാസങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. സൗകര്യങ്ങളൊക്കെ കുറെ കൂടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. പക്ഷെ ഇതെല്ലാം പഠിപ്പിക്കാതെ പോകുന്നു. ഇവിടെ ഒരു ഉപ്പ പറയുന്നു, മോനെ നീ ആളുകളുടെ മുഖത്ത് നോക്കാതെ നടക്കരുത്. നീ അഹങ്കാരത്തോടുകൂടെ ഭൂമിയിൽ നടക്കരുത്. നിന്റെ നടത്തത്തിലും മിതത്വം വേണം, നിന്റെ ശബ്ദത്തിലും മിതത്വം വേണം. ആളുകളോട് പറയുമ്പോ, വലിയ ആളുകളോട് സംസാരിക്കുമ്പോൾ മിതഭാഷയിൽ നീ സംസാരിക്കണം, മിതഭാഷയിൽ നീ ഇടപെടണം. ഇങ്ങനെ പറയാൻ ഒരു ഉപ്പാക്ക് കഴിയണം. അവനാണ് ഏറ്റവും നല്ല ഉപ്പയും ഒരു ഉമ്മയും. ഇങ്ങനെ മകനെ ഉപദേശിക്കാൻ ഒരു ഉമ്മാക്ക് കഴിയണം. എല്ലാത്തിലും ഒരു മിതത്വം ഉണ്ടാവണം. വലിയ അഹങ്കാരത്തോടെ നീ നടക്കരുത്. അതുകൊണ്ടാണ് പുണ്യ നബി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഇദാ ദഖല ബൈതഹു, നിങ്ങളിൽ ഏറ്റവും ശർറായ മനുഷ്യൻ ശർറുന്നാസ് ഇദാ ദഖല ബൈതഹു ഖശഅത് ഇംറാതുഹു വഹറുബ വലദുഹു. വീട്ടിലേക്ക് കടന്നാൽ പെണ്ണുങ്ങൾ പേടിക്കുന്ന ഖശഅത് ഇംറാതു, അവന്റെ ഭാര്യ പേടിക്കും. അല്ലാഹ് പുതിയാപ്പിള വരാനായി, അതായിട്ടില്ല ഇതായിട്ടില്ല, ഇനി വന്നാൽ എന്തൊക്കെ കേൾക്കേണ്ടി വരും എന്ന ബേജാറാണോ നിങ്ങളുടെ ഭാര്യക്ക്? എന്നാൽ നിങ്ങൾ ജനങ്ങളിൽ ഏറ്റവും ശർറായ ആളാണ്. വഹറുബ വലദുഹു, കുട്ടികളൊക്കെ പേടിച്ച് ഒളിച്ചിരിക്കും. എന്നാൽ നിങ്ങൾ ഏറ്റവും ശർറായ ആളാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പോയാലോ അവർ സന്തോഷിക്കും. എന്നാൽ നിങ്ങൾ വരുന്നതും കാത്ത് നിങ്ങളുടെ വീടിന്റെ പൂമുഖ വാതിൽക്കൽ ഇരിക്കുന്ന സ്നേഹനിധിയാണോ നിങ്ങളുടെ ഭാര്യ? നിങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്നും പറഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ടതാ കുട്ടികൾ. അതാണ് ഇമാം ഗസാലി പറഞ്ഞത്, ഖൈർ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവർ വിജയിക്കും. നമുക്ക് 2 അഭിമാനങ്ങൾ ഉണ്ടായിരുന്നു. ദേശാഭിമാനം ഉണ്ടായിരുന്നു, നമുക്കൊരു സാംസ്കാരികമായ അഭിമാനം ഉണ്ടായിരുന്നു. ഈ നാട് നമ്മുടേതാണ്, ഈ നാട്ടിൽ ഞങ്ങളുടെ രാജാവ് സാമൂതിരിയാണ് എന്ന് പറഞ്ഞു നമ്മൾ. അതേ നമ്മൾ തന്നെ പറഞ്ഞു, സാമൂതിരിയെ പോലെ തല ഉയർത്തി നടത്തണം എന്ന സാംസ്കാരിക അഭിമാനവും നിലനിർത്തി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ അസാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, നമ്മുടെ കുടുംബത്തിൽ സ്നേഹമായിരിക്കണം പാഠം. അത് പരിശീലിക്കപ്പെടണം, അത് പഠിപ്പിക്കപ്പെടണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാ ചിത്രതകളിൽ നിന്നും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സലാമത്താക്കട്ടെ.